കേരളത്തിന്റെ ഭൂതകാലത്തിലേക്ക്, ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇരുണ്ട വനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. വളരെ ശക്തമായ, എന്നാൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശക്തിയുടെ കഥയാണ്. ചിലർക്ക് ഈ ശക്തി ദൈവമാണ്, മറ്റു ചിലർക്ക് ഭയമാണ്, ചിലർക്ക് കുസൃതിയാണ്, വേറെ ചിലർക്ക് അഥാണിയാണ്. അതെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചാത്തൻ എന്ന ആ ശക്തിയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ്. കഥ തുടങ്ങുന്നത് മറ്റെവിടെയുമല്ല, ദേവന്മാരുടെ വാസസ്ഥലമായ കൈലാസത്തിലാണ്. ഒരിക്കൽ കൈലാസത്തിലെ മഞ്ഞുമലകളിൽ മഹാദേവനായ പരമശിവനും പാർവതീദേവിയും വിശ്രമിക്കുകയായിരുന്നു. ലോകത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റുന്ന മഹാദേവൻ അന്ന് പതിവിലും ശാന്തനായിരുന്നു. അപ്പോഴാണ് പാർവതീദേവി തന്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹം മഹാദേവനോട് പറഞ്ഞത്. സ്വാമി, ദേവി പറഞ്ഞു, നമ്മൾ ദേവന്മാരാണ്, സ്വർഗത്തിലെ സുഖങ്ങൾ മാത്രം അറിഞ്ഞവരാണ്. എനിക്ക് ഭൂമിയിൽ പോകണം, അവിടത്തെ ജീവിതം അനുഭവിക്കണം. മഹാദേവൻ പുഞ്ചിരിച്ചു. ദേവി, ഭൂമിയിലെ ജീവിതം കഠിനമാണ്, അവിടെ സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. അതെനിക്കറിയാം, പാർവതി തുടർന്നു. പക്ഷേ എനിക്ക് ഒരു സാധാരണ ജീവിതം മാത്രം പോരാ. എനിക്ക് ഭൂമിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഒരു പറയി സ്ത്രീയായി ജനിക്കണം. അവരുടെ വേദനയും അവരുടെ ജീവിതവും അവരുടെ ഭക്തിയും എനിക്ക് നേരിട്ടറിയണം. ദേവിയുടെ ആഗ്രഹം കേട്ട് മഹാദേവൻ ഒരു നിമിഷം സ്തംഭിതനായി. ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ എന്തിനാണ് ഇത്ര കഠിനമായ ഒരു ജന്മം ദേവി തെരഞ്ഞെടുക്കുന്നത്? ദേവി, അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജന്മമായിരിക്കും. നിനക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. മഹാദേവൻ മുന്നറിയിപ്പ് നൽകി. അങ്ങയുടെ പത്നിയായ എനിക്ക് അതിന് സാധിക്കും. അങ്ങ് കൂടെയുണ്ടെങ്കിൽ, ദേവി ഉറപ്പിച്ചു പറഞ്ഞു. മഹാദേവൻ ദേവിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒടുവിൽ സമ്മതിച്ചു. ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാനും നിന്നോടൊപ്പം ഭൂമിയിലേക്ക് വരാം. നീ പറയി സ്ത്രീയായി ജനിക്കുമ്പോൾ ഞാനൊരു ബ്രാഹ്മണനായി ജനിക്കാം. ദേവിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. പക്ഷേ മഹാദേവൻ തുടർന്നു. എനിക്കൊരു നിബന്ധനയുണ്ട്. ഇത് നമ്മുടെ ദേവജന്മമല്ല, മനുഷ്യജന്മമാണ്. ആ ജന്മത്തിൽ നമുക്ക് മക്കൾ ജനിക്കും. അവർ സാധാരണ കുട്ടികളായിരിക്കില്ല, അവരിൽ ദേവാംശമുണ്ടാകും. എന്നാൽ മനുഷ്യരായി ജീവിക്കുന്ന നമുക്ക് അവരെ വളർത്താൻ സാധിക്കില്ല. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കില്ല, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അത് ആ കുട്ടികളുടെ ഭാവിക്കും നല്ലതല്ല. അതിനാൽ നമുക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും അത് ജനിക്കുന്ന ആ നിമിഷം ആ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോകണം. ഇതൊരു ക്രൂരമായ നിബന്ധനയായിരുന്നു. ഒരമ്മയ്ക്കും ഇത് കേട്ടു നിൽക്കാൻ സാധിക്കില്ല. പാർവതീദേവിയുടെ മുഖം വാടിപ്പോയി. സ്വാമി, ഇത് കൂടിയേ തീരൂ. മഹാദേവൻ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മുടെ മക്കൾ എവിടെ ജനിച്ചാലും, അവർ ഉപേക്ഷിക്കപ്പെട്ടാലും, അവരുടെ വിധി അവരെ നയിക്കും. അവരെ വളർത്താൻ ആളുകൾ വരും. അവർ ഈ ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നീ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് പോകാം. ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം വേദനയോടെയെങ്കിലും പാർവതീദേവി ആ നിബന്ധന സമ്മതിച്ചു. അങ്ങനെ കൈലാസത്തിലെ ദേവനും ദേവിയും ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ചു. മഹാദേവൻ അറിവിന്റെ നിറകുടമായ വരരുചി എന്ന ബ്രാഹ്മണ പണ്ഡിതനായി കേരളക്കരയിൽ അറിയപ്പെട്ടു. പാർവതീദേവി കാടിന്റെ സൗന്ദര്യവും നിഷ്കളങ്കതയുമുള്ള പഞ്ചമി എന്ന പറയി സ്ത്രീയായും ജനിച്ചു. വരരുചി തന്റെ അറിവുകൊണ്ട് നാട് മുഴുവൻ സഞ്ചരിച്ചു. രാജാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു വണങ്ങി. അങ്ങനെയിരിക്കെ തന്റെ യാത്രക്കിടയിൽ ഒരു പുഴക്കരയിൽ വെച്ച് വരരുചി അതിസുന്ദരിയായ പഞ്ചമിയെ കണ്ടുമുട്ടി. അവൾ താഴ്ന്ന ജാതിയാണെന്നോ താൻ ഉയർന്ന ജാതിയാണെന്നോ ഉള്ള ചിന്തകളെല്ലാം മറന്ന് പൂർവ്വജന്മത്തിലെ ആ ആകർഷണം അവരെ വീണ്ടും ഒന്നിപ്പിച്ചു. സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ പണ്ഡിതൻ ആ പറയി സ്ത്രീയെ വിവാഹം കഴിച്ചു. നാട്ടുകാർ അവരെ കല്ലെറിഞ്ഞു, ആളുകൾ അവരെ കളിയാക്കി. പക്ഷെ അവർ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ തങ്ങളുടെ യാത്ര തുടർന്നു. വരരുചി മുന്നിലും പഞ്ചമി തൊട്ട് പിന്നിലുമായി നടന്നു. അവർ പുഴകൾ കടന്നു, മലകൾ കയറി, കാടുകളിലൂടെ സഞ്ചരിച്ചു. കാലം കടന്നുപോയി. പഞ്ചമി ഗർഭിണിയായി. ഒരു രാത്രി, ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം അവർ ഒരു വലിയ കുന്നിൻ മുകളിൽ വിശ്രമിക്കുകയായിരുന്നു. ചുറ്റും കൂരാക്കൂരിരുട്ടു മാത്രം. ദൂരെ എവിടെയോ മൃഗങ്ങൾ ഓരിയിടുന്ന ശബ്ദം കേൾക്കാം. അവിടെ വെച്ച് പഞ്ചമിക്ക് പ്രസവവേദന ആരംഭിച്ചു. ആ ഇരുട്ടിൽ കുന്നിൻ മുകളിലെ പാറപ്പുറത്ത് പഞ്ചമി തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി. അതൊരു ആൺകുഞ്ഞായിരുന്നു. ഇരുട്ടിനേക്കാൾ കറുത്ത നിറം, പക്ഷേ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ. ആ കുഞ്ഞിന്റെ കരച്ചിൽ ആ കുന്നിൽ മുഴുവൻ മുഴങ്ങി. പഞ്ചമി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ഒരമ്മയുടെ എല്ലാ വാത്സല്യത്തോടെയും ആ കുഞ്ഞിനെ ഉമ്മ വെച്ചു. അപ്പോ അല്പം മാറി നിന്നിരുന്ന വരരുചി തന്റെ ഭാര്യയോട് ചോദിച്ചു. ആ പഴയ നിബന്ധന ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ചോദ്യം ആ കാറ്റിൽ മുഴങ്ങി. പഞ്ചമി, കുഞ്ഞിന് വായുണ്ടോ? കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന ഭയം ആ അമ്മയുടെ മനസ്സിൽ നിറഞ്ഞുപോയി. തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ നിമിഷം പഞ്ചമി ഒരു കള്ളം പറഞ്ഞു. ഇല്ല സ്വാമി, എന്റെ കുഞ്ഞിന് വായില്ല. ഒരുപക്ഷെ വായില്ലാത്ത കുഞ്ഞിനെയെങ്കിലും ഭർത്താവ് ഉപേക്ഷിക്കാൻ പറയില്ല എന്നായിരിക്കാം ആ അമ്മ കരുതിയത്. പക്ഷേ വരരുചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെയോ, വായില്ലാത്ത കുഞ്ഞാണെങ്കിൽ അതിന് ആഹാരം കഴിക്കാൻ കഴിയില്ലല്ലോ. അതിനെ ഈശ്വരൻ തന്നെ നോക്കിക്കൊള്ളും. നമുക്ക് പോകാം. ആ വാക്കുകൾ കേട്ട് പഞ്ചമി തകർന്നുപോയി. സ്വാമി, ഞാൻ കള്ളം പറഞ്ഞതാണ്. എന്റെ കുഞ്ഞിന് വായുണ്ട്. അവൾ അലറിക്കരഞ്ഞു. പക്ഷേ വരരുചി തന്റെ ദിവ്യശക്തിയാൽ പറഞ്ഞു, പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ദേവി. നീ അവന് വായില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇനി അവന് വായില്ല. ആ നിമിഷം അത്ഭുതം സംഭവിച്ചു. ആ പിഞ്ചുകുഞ്ഞിന്റെ വായ അപ്രത്യക്ഷമായി.
കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു. അത് ആ പാറപ്പുറത്ത് കണ്ണു തുറിച്ച് നിശ്ചലനായി കിടന്നു. പഞ്ചമി തന്റെ നെഞ്ചു തല്ലി കരഞ്ഞു. പക്ഷേ വരരുചി അവളെ നിർബന്ധിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വിഷമിക്കരുത്, വരരുചി നടക്കുമ്പോൾ പറഞ്ഞു, അവൻ നമ്മുടെ ആദ്യത്തെ പുത്രനാണ്. അവനിൽ എന്റെയും നിന്റെയും ശക്തിയുണ്ട്. വായില്ലെങ്കിലും അവൻ ജീവിക്കും. ഈ കുന്നിൻ മുകളിലെ ദേവനായി അവൻ അറിയപ്പെടും. വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ അവനെ ആളുകൾ ആരാധിക്കും. അവർ ആ കുന്നിറങ്ങി കാട്ടിലേക്ക് മറഞ്ഞു. ആ ഇരുട്ടിൽ ആ പാറപ്പുറത്ത് ആ പിഞ്ചുകുഞ്ഞു മാത്രം തനിച്ചായി. ശിവന്റെ കോപത്തിന്റെയും ശക്തിയുടെയും അംശം, പാർവതിയുടെ നിഗൂഢമായ മായയുടെ അംശം. അവനാണ് വായില്ലാ കുന്നിലപ്പൻ. അവനാണ് പിൽക്കാലത്ത് 1000 രൂപങ്ങളിൽ 1000 കഥകളിൽ നിറഞ്ഞ കേരളം കണ്ട ഏറ്റവും നിഗൂഢമായ ശക്തിയായി മാറിയ ചാത്തൻ. അവന്റെ കഥ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. വരരുചിയും പഞ്ചമിയും ആ കുന്നിറങ്ങി ഇരുട്ടിലേക്ക് മറിഞ്ഞപ്പോൾ ആ പാറപ്പുറത്ത് ആ കുഞ്ഞ് തനിച്ചായി, വായില്ലാതെ, കരയാൻ പോലും ശേഷിയില്ലാതെ. ആദ്യത്തെ രാത്രി കടന്നുപോയി. തണുത്ത കാറ്റ് ആ കുഞ്ഞിനെ തഴുകി. കാട്ടുമൃഗങ്ങൾ അവനെ മണത്തു നോക്കി. പക്ഷേ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും വന്ന അജ്ഞാതമായ ഒരു ഗന്ധം അവരെ അകറ്റി നിർത്തി. 2-ാം ദിവസം ആകാശത്ത് മഴക്കാർ ഉണ്ടുകൂടി. ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായി. ആ കുന്നിൻ മുകളിലേക്ക് മഴവെള്ളം കുത്തിയൊലിച്ചു. ആ കുഞ്ഞനങ്ങിയില്ല. പക്ഷെ അവൻ മരിച്ചില്ല. അവന്റെ ഉള്ളിൽ മഹാദേവന്റെ കോപത്തിന്റെ തീയും പാർവതീദേവിയുടെ മായയുടെ ശക്തിയും ഉറങ്ങിക്കിടന്നിരുന്നു. അവന് പുറത്തുനിന്നുള്ള ആഹാരം ആവശ്യമായിരുന്നില്ല. ആ ഇടിമിന്നലിലെ ഊർജത്തെ, ആ കാറ്റിന്റെ ശക്തിയെ, ആ മണ്ണിന്റെ വീര്യത്തെ അവൻ തന്നിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. അവന് വായുടെ ആവശ്യമായിരുന്നില്ല. അവന്റെ ശരീരം തന്നെ പ്രകൃതിയുടെ ശക്തിയെ വലിച്ചെടുക്കുന്ന ഒരു പാത്രമായി മാറി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ കുന്നിൻ മുകളിൽ അദൃശ്യമായി ജീവിച്ചിരുന്ന ഭൂതഗണങ്ങൾ ഈ അത്ഭുത ബാലനെ കണ്ടു. അവർ തങ്ങളുടെ യഥാർത്ഥ യജമാനനായ മഹാദേവന്റെ പുത്രനെ തിരിച്ചറിഞ്ഞു. അവർ അവന് ചുറ്റും കൂടി. ഒരു ദിവസം ആ കുന്നിലെ ഏറ്റവും വലിയ നാഗരാജൻ ഇഴഞ്ഞു വന്ന് ആ കുഞ്ഞിനു മുകളിൽ തന്റെ പത്തി വിടർത്തി നിന്നു. മഴയും വെയിലും കൊള്ളാതെ ആ നാഗം അവന് കാവലായി. മറ്റു ഭൂതഗണങ്ങൾ അവനെ തങ്ങളുടെ രാജാവായി കരുതി സേവിച്ചു. അവൻ മനുഷ്യക്കുട്ടികളെ പോലെ അല്ല വളർന്നത്. അവൻ വളർന്നത് കാടിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ്. അവന്റെ കണ്ണുകൾക്ക് ഇരുട്ടിലും കാണാമായിരുന്നു. അവന്റെ കാതുകൾക്ക് ദൂരെ നടക്കുന്ന മൃഗങ്ങളുടെ കാൽപ്പെരുമാറ്റം പോലും കേൾക്കാമായിരുന്നു. അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അവന്റെ മനസ്സ് ഭൂതഗണങ്ങളോടും മൃഗങ്ങളോടും സംസാരിച്ചു. അവൻ ആ കുന്നിന്റെ അധിപനായി മാറി. വായില്ല കുന്നിലപ്പൻ എന്ന പേര് മാറി. അവന്റെ രൂപം പോലെ ചെറിയ, എന്നാൽ അതിശക്തമായ ഒരു പേരവന് വന്നു. ചെറിയവൻ അഥവാ ചാത്തൻ. ഇതേ സമയം കുന്നിറങ്ങിപ്പോയ വരരുചിയും പഞ്ചമിയും തങ്ങളുടെ യാത്ര തുടർന്നു. ആദ്യത്തെ പുത്രനെ നഷ്ടപ്പെട്ടതിന്റെ വേദന പഞ്ചമിയുടെ മനസ്സിൽ ഒരു കനലായി നീറുകയായിരുന്നു. പക്ഷേ കൈലാസത്തിൽ വെച്ചുകൊടുത്ത വാക്ക് അവർക്ക് പാലിച്ചേ മതിയാകൂ. കാലം വീണ്ടും കടന്നുപോയി. അവർ യാത്ര തുടർന്നു. പഞ്ചമി 2ാമതും ഗർഭിണിയായി. ഒരു പുഴുക്കരയിൽ വെച്ച് അവൾ മറ്റൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. വരരുചി പതിവ് പോലെ ചോദിച്ചു, പഞ്ചമി, കുഞ്ഞിന് വായുണ്ടോ? കണ്ണീരോടെ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, ഉണ്ട് സ്വാമി, എന്റെ കുഞ്ഞിന് വായുണ്ട്. എങ്കിൽ അവനെ ഇവിടെ ഉപേക്ഷിക്കുക. അവന് വായുണ്ടെങ്കിൽ അവന്റെ അന്നം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അവനെ വളർത്താൻ ആളുകൾ വരും. വരരുചി പറഞ്ഞു. ആ കുഞ്ഞിനെയും അവർ അവിടെ ഉപേക്ഷിച്ചു. ആ കുഞ്ഞിനെയാണ് പിൽക്കാലത്ത് പാക്കിനാർ എന്ന മഹാത്മാവായി ലോകമറിഞ്ഞത്. അവർ വീണ്ടും യാത്ര തുടർന്നു. പഞ്ചമി 3ാമതും 4ാമതും 5ാമതും പ്രസവിച്ചു. ഓരോ തവണയും വരരുചിയുടെ ചോദ്യം ഒന്നു തന്നെയായിരുന്നു. ഓരോ തവണയും തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ കൊതിച്ച ആ അമ്മയ്ക്ക് അവരെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ 12 മക്കളെയാണ് പഞ്ചമി പ്രസവിച്ചത്. വായില്ല കുന്നിലപ്പൻ മുതൽ പെരുന്തച്ഛനും പാക്കനാരും നാറാണത്ത് ഭ്രാന്തനും കാനക്കൽ അമ്മയും അകവൂർ ചാത്തനും. അതെ, ചാത്തൻ എന്ന പേരിൽ മറ്റൊരാളും കൂടി. അങ്ങനെ 12 അത്ഭുത ശിശുക്കൾ. ഓരോ കുഞ്ഞിനെയും ഓരോ സ്ഥലത്ത് ഉപേക്ഷിക്കുമ്പോൾ പഞ്ചമിയുടെ ഹൃദയം നുറുങ്ങിയിരുന്നു. ഒടുവിൽ 12ാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചുപേക്ഷിച്ച ശേഷം വരരുചിയുടെയും പഞ്ചമിയുടെയും ഭൂമിയിലെ മനുഷ്യജന്മത്തിന്റെ സമയം അവസാനിക്കുകയായിരുന്നു. അവർക്ക് കൈലാസത്തിലേക്ക് മടങ്ങാൻ സമയമായിരുന്നു. അവസാനമായി പഞ്ചമി തന്റെ ഭർത്താവിനോട് കണ്ണുനീരോടെ അപേക്ഷിച്ചു, സ്വാമി, നമ്മൾ മടങ്ങുകയാണ്. എനിക്കെന്റെ മക്കളെ ഒരു നോക്ക് കാണണം. അവർ എന്ത് ചെയ്യുന്നു, എവിടെയാണെന്ന് എനിക്കറിയണം. വരരുചി പുഞ്ചിരിച്ചു. അദ്ദേഹം തന്റെ ദിവ്യദൃഷ്ടി തുറന്നു. ദേവി, നോക്കൂ. അദ്ദേഹം പഞ്ചമിക്ക് ഓരോ മക്കളെയും കാണിച്ചു കൊടുത്തു. ഒരാൾ വലിയ പണ്ഡിതനായി യാഗം ചെയ്യുന്നു. മറ്റൊരാൾ മരങ്ങളിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന പെരുന്തച്ഛനായിരിക്കുന്നു. വേറൊരാൾ ഭ്രാന്തനെ പോലെ ചിരിച്ചും മലകൾ കയറിയും ലോകതത്വം പഠിപ്പിക്കുന്നു. ഒരു മകൾ വലിയ ഭക്തയായി ദൈവത്തോട് ചേർന്നിരിക്കുന്നു. പഞ്ചമി അത്രയും നേരം അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ഇതെല്ലാം കണ്ടുനിന്നു. താൻ ഉപേക്ഷിച്ച മക്കളെല്ലാം അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭൂമിയിൽ പ്രശസ്തരായി ജീവിക്കുന്നു. എന്റെ മക്കളെല്ലാം സുഖമായിരിക്കുന്നു, പഞ്ചമി ആശ്വസിച്ചു. പെട്ടെന്ന് ആ അമ്മയുടെ മനസ്സിൽ ആദ്യത്തെ കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞു. സ്വാമി, നമ്മുടെ ആദ്യത്തെ പുത്രൻ, ഞാൻ കാരണം വായ നഷ്ടപ്പെട്ടവൻ, അവൻ എവിടെയാണ്? വരരുചിയുടെ മുഖം ഗൗരവത്തിലായി. അവനെ കാണാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ദേവി. ഇല്ല, എനിക്ക് അവനെ കണ്ടേ തീരൂ. എന്റെ ആദ്യത്തെ കുഞ്ഞാണവൻ. അവനെ കൂടി കണ്ടാൽ മാത്രമേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കൂ. പഞ്ചമി വാശി പിടിച്ചു. ശരി, വരരുചി പറഞ്ഞു. എങ്കിൽ കണ്ണു തുറന്ന് നോക്കിക്കൊള്ളൂ. അവനിപ്പോൾ ഒരു സാധാരണ ബാലനല്ല. അവന്റെ ശക്തി
എന്റെയും നിന്റെയും ശക്തികൾ ചേർന്നതാണ്. അവൻ കോപത്തിന്റെയും മായയുടെയും മൂർത്തിയാണ്. വരരുചി തന്റെ കൈകൾ നീട്ടി. അവർ നിന്ന സ്ഥലത്തു നിന്നും ദൂരെ ആ പഴയ കുന്നിൻ മുകളിലെ ദൃശ്യം അവർക്ക് മുന്നിൽ തെളിഞ്ഞു. ആ കുന്നിപ്പോൾ പഴയതുപോലെയല്ല. അവിടെ മരങ്ങളെല്ലാം കറുത്തിരുണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിൽ ഒരുതരം ഭയം തങ്ങി നിൽക്കുന്നു. അവിടെ ആ കുന്നിൻ മുകളിലെ ഏറ്റവും ഉയർന്ന പാറയിൽ അവൻ ഇരിക്കുന്നു. ഒരു ചെറിയ ബാലന്റെ രൂപം, പക്ഷേ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിക്കുന്നു. വായുടെ സ്ഥാനത്ത് ഒന്നുമില്ല, പക്ഷേ അവന് ചുറ്റും ആയിരക്കണക്കിന് ഭൂതഗണങ്ങൾ അദൃശ്യരായി കാവൽ നിൽക്കുന്നു. അവൻ തന്റെ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞു. പഞ്ചമി അവനെ നോക്കി അലറിക്കരഞ്ഞു, മകനെ. ആ ബാലൻ അനങ്ങിയില്ല. അവന്റെ കണ്ണുകളിലെ തീ ആളിക്കത്തി. അവന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ മാത്രം മുഴങ്ങി. എനിക്ക് അമ്മയുമില്ല, അച്ഛനുമില്ല. എന്നെ ഉപേക്ഷിച്ചവർ എന്റെ ശത്രുക്കളാണ്. ഈ കാടും ഈ ഭൂതഗണങ്ങളുമാണ് എന്റെ സൈന്യം. ഞാൻ വായില്ലാ കുന്നിലപ്പനാണ്. ഞാൻ ചാത്തനാണ്. എന്നെ ആരാധിക്കുന്നവർക്ക് ഞാൻ കാവലാകും. എന്നെ എതിർക്കുന്നവരെ ഞാൻ വേട്ടയാടും. പൊയ്ക്കൊള്ളൂ. ആ ശബ്ദത്തിന്റെ ശക്തിയിൽ പഞ്ചമി ദേവി പോലും ഒരു നിമിഷം വിറച്ചുപോയി. തങ്ങൾ ഉപേക്ഷിച്ചത് ഒരു കുട്ടിയെയല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു അദൃശ്യ ശക്തിയെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മഹാദേവനും പാർവതി ദേവിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത, സ്നേഹവും കോപവും ഒരുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന, മായയും ശക്തിയും ഒത്തുചേർന്ന ആ ശക്തി, അതാണ് ചാത്തൻ. അവന്റെ കഥ ഇനി അങ്ങോട്ട് മനുഷ്യരുടെ ഇടയിലേക്കാണ്. കൈലാസത്തിലേക്ക് മടങ്ങിയ മഹാദേവനും പാർവതി ദേവിയും തങ്ങൾ ഭൂമിയിൽ ഉപേക്ഷിച്ച പുത്രനെ കുറിച്ച് സംസാരിച്ചു. അവന്റെ സഹോദരങ്ങളെല്ലാം മനുഷ്യരുടെ ഇടയിൽ പ്രശസ്തരായി, ഓരോരുത്തരും ഓരോ അത്ഭുതങ്ങളായി മാറി. പക്ഷേ അവരുടെ ആദ്യ പുത്രൻ ചാത്തൻ, അവൻ മനുഷ്യരിൽ നിന്നും അകന്ന് കാടിന്റെ അധിപനായി ഭൂതഗണങ്ങളുടെ രാജാവായി മാറി. അവനിലെ ദേവാംശം കോപമായി ആളിക്കത്തി. അവനെ അങ്ങനെ വിടുന്നത് ശരിയല്ല എന്ന് മഹാദേവന് തോന്നി. അവന്റെ ശക്തി ലോകത്തിനൊരു ഭീഷണിയാവാൻ പാടില്ല. അതിലുപരി അവനിലെ സ്നേഹവും കാരുണ്യവും പുറത്തു കൊണ്ടുവരണം. അങ്ങനെ മഹാദേവൻ തന്റെ ഏറ്റവും വിശ്വസ്തരായ ഭൂതഗണങ്ങളിൽ ചിലരെ ചാത്തന്റെ അടുത്തേക്ക് അയച്ചു. അവരോട് പറഞ്ഞു, അവൻ എന്റെ പുത്രനാണ്, പക്ഷെ അവനിപ്പോൾ കോപത്തിലാണ്. നിങ്ങൾ അവനെ സേവിക്കണം. അവന്റെ കോപത്തെ നിയന്ത്രിക്കണം. അവനെ കൊണ്ട് ലോകത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യിക്കണം. ശിവന്റെ ഭൂതഗണങ്ങൾ ആ കുന്നിൻ മുകളിലെത്തി. അവർ ചാത്തനെ വണങ്ങി. അതോടെ ചാത്തന്റെ ശക്തി 1000 മടങ്ങ് വർദ്ധിച്ചു. അവന്റെ സൈന്യബലം കൂടി. കാലം ഒരുപാട് കടന്നുപോയി. വായില്ലാ കുന്നിലപ്പൻ എന്ന പേരും ആ കുന്നും ആളുകൾ പതിയെ മറന്നു തുടങ്ങി. ആ കുന്നിന്റെ അടുത്തേക്ക് പോകാൻ പോലും ആളുകൾക്ക് ഭയമായി. അവിടെ രാത്രികാലങ്ങളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും ചെറിയ കുട്ടിയുടെ രൂപത്തിൽ കറുത്ത നിഴലുകൾ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും ആളുകൾ പരസ്പരം പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ആ ഗ്രാമത്തിൽ ആ സംഭവം നടന്നത്. ആ കുന്നിന്റെ താഴ്വാരത്ത് കാളി എന്നു പേരുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിച്ചിരുന്നു. ഭർത്താവ് മരിച്ചുപോയ മറ്റാരുമില്ലാത്ത ഒരു പാവം സ്ത്രീ. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ കുടിലും അതിനു മുന്നിൽ ഒരു ചെറിയ കഷ്ണം ഭൂമിയുമായിരുന്നു. ആ ഗ്രാമത്തിലെ ജന്മിയും പണക്കാരനുമായ ഒരാളുടെ കണ്ണ് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭൂമിയിൽ പതിച്ചു. അയാൾക്ക് തന്റെ പറമ്പിനോട് ചേർന്ന ആ ഭൂമി കൂടി സ്വന്തമാക്കണമായിരുന്നു. അയാൾ കാളിയോട് ഭൂമി വിൽക്കാൻ പറഞ്ഞു. പക്ഷേ തന്റെ ഭർത്താവിന്റെ ഓർമ്മയുള്ള ആ മണ്ണ് വിൽക്കാൻ അവർ തയ്യാറായില്ല. ജന്മിക്ക് ദേഷ്യം വന്നു. അയാൾ തന്റെ പണിക്കാരെ വിട്ട് കാളിയുടെ കുടിലിലെ കിണറ്റിൽ വിഷം കലക്കി. അതിലെ വെള്ളം കുടിച്ച് അവരുടെ പശുക്കൾ ചത്തു. അതുകൊണ്ടും അയാൾ നിർത്തിയില്ല. ഒരു രാത്രി അയാൾ ആളുകളെ വിട്ട് ആ കുടിലിന് തീ വെച്ചു. കാളി തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. വീടില്ല, ഭൂമിയില്ല, പശുവില്ല, ആരും സഹായിക്കാനില്ല. ആ ഗ്രാമത്തിലെ അമ്പലത്തിൽ പോയി അവർ ഒരുപാട് കരഞ്ഞു. ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ ഒരു ദൈവവും ഉത്തരം നൽകിയില്ല. ഗ്രാമത്തിലെ പ്രായമായ ഒരു മുത്തശ്ശി അവരോട് പറഞ്ഞു, മകളെ, അമ്പലത്തിലെ ദൈവങ്ങൾ ചിലപ്പോൾ കണ്ണടയ്ക്കും. പക്ഷേ ആ കുന്നിൻ മുകളിൽ ഒരു ശക്തിയുണ്ട്. അത് അമ്പലത്തിലെ ദൈവത്തെ പോലെയല്ല. അത് കാടിന്റെ ദൈവമാണ്. നീതി കിട്ടാത്തവരുടെ ദൈവമാണ്. പക്ഷേ അങ്ങോട്ട് പോകുന്നത് സൂക്ഷിച്ചു വേണം. അത് നല്ലതുമാണ്, ചീത്തയുമാണ്. കാളിക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. നഷ്ടപ്പെടാൻ അവർക്കിനി ഒന്നുമില്ല. അവർ ആ കുന്നിൻ മുകളിലേക്ക് നടന്നു. ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. കാറ്റ് ശക്തിയായി വീശുന്നുണ്ട്. മരങ്ങൾ ഭയപ്പെടുത്തുന്ന രൂപങ്ങളെ പോലെ ആടി ഉലയുന്നുണ്ട്. ആ പാറപ്പുറത്തെത്തിയപ്പോൾ കാളി ഭയം കൊണ്ട് വിറച്ചുകൊണ്ടുണ്ടായിരുന്നു. അവർക്ക് ചുറ്റും ആരോ ഓടി നടക്കുന്നത് പോലെ തോന്നി. ഇലകൾ അനങ്ങുന്ന ശബ്ദം. അവർ ആ പാറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കുകയായിരുന്നില്ല. അവർ തന്റെ സങ്കടം പറയുകയായിരുന്നു. കുന്നിലപ്പ, ചാത്ത, എനിക്ക് ആരുമില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്റെ വീട് കത്തിച്ചു. എന്റെ പശുക്കളെ കൊന്നു. എനിക്ക് നീതിയെങ്കിലും കിട്ടണം. എന്നെ സഹായിച്ചാൽ എനിക്ക് ആകെയുള്ളത് ഈ കണ്ണീരാണ്. അത് ഞാൻ നിനക്ക് തരാം. എന്റെ വിശപ്പാണ്. അതിന്റെ പങ്ക് ഞാൻ നിനക്ക് തരാം. അവർ അവിടെ കിടന്ന് കരഞ്ഞു തളർന്നുറങ്ങി. കുന്നിൻ മുകളിൽ, പാറയുടെ മുകളിൽ എല്ലാം കണ്ടും കേട്ടും ചാത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആദ്യമായി മനുഷ്യരോട് ദേഷ്യമല്ല, മറ്റെന്തോ ഒരു വികാരം തോന്നി. ഈ സ്ത്രീയും തന്നെ പോലെയാണ്. ഒറ്റയ്ക്കാണ്, ഉപേക്ഷിക്കപ്പെട്ടവളാണ്. അവന്റെ ഉള്ളിലെ മഹാദേവന്റെ അംശമുണർന്നു. നീതി നടപ്പാക്കണമെന്ന് അവന് തോന്നി. അന്നു രാത്രി ആ ഗ്രാമം അതുവരെ കാണാത്ത അത്ഭുതമാണ് കണ്ടത്. അല്ല, അത്ഭുതമല്ല, ഭീകരത. ആ ജന്മിയുടെ വലിയ മാളികയ്ക്ക് ചുറ്റും കാറ്റാഞ്ഞു വീശി. വാതിലുകളും ജനലുകളും തനിയെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. വീടിനകത്ത് വച്ചിരുന്ന പാത്രങ്ങളെല്ലാം നിലത്തു വീണ് ചിതറി. ജന്മി ഭയന്ന് പുറത്തേക്കിറങ്ങി ഓടി. അപ്പോൾ അയാൾ അത് കണ്ടു. തന്റെ വലിയ നെൽക്കളങ്ങൾ, വിളവെടുക്കാൻ പാകമായി കിടന്ന ആയിരക്കണക്കിന് നെൽക്കതിരുകൾ, അതിന് തീ പിടിച്ചിരിക്കുന്നു.
ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കത്തിച്ചാമ്പലായി. അയാൾ ഭയന്ന് അലറി. അപ്പോൾ ഇരുട്ടിൽ നിന്നും നൂറുകണക്കിന് ചെറിയ കല്ലുകൾ അയാൾക്ക് നേരെ പാഞ്ഞു വന്നു. ആ കല്ലുകൾ അയാളെ വേദനിപ്പിച്ചില്ല, പക്ഷേ അയാളെ ഭയപ്പെടുത്തി. അപ്പോൾ ആ ഇരുട്ടിൽ ഒരു ഇടിമുഴക്കം പോലെ ആ ശബ്ദം ജന്മിയുടെ മനസ്സിൽ മാത്രം മുഴങ്ങി. അവൾക്ക് എല്ലാം തിരികെ കൊടുക്കുക, അല്ലെങ്കിൽ നിനക്കിനി ഒന്നും ബാക്കിയുണ്ടാകില്ല. ജന്മി പേടിച്ചരണ്ട് നിലത്ത് വീണു. പിറ്റേന്ന് രാവിലെ കാളി ഉറക്കമുണർന്നപ്പോൾ അവർ ആ പാറപ്പുറത്ത് തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഒരു പേടിയും തോന്നിയില്ല. രാത്രി സുഖമായി ഉറങ്ങിയതുപോലെ അവർ തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രാമം മുഴുവൻ ജന്മിയുടെ വീട്ടിന് മുന്നിൽ കൂടി നിൽക്കുകയാണ്. ജന്മി ആകെയുണ്ടായിരുന്ന മുണ്ടും പുതച്ച് പേടിച്ചു വിറച്ച് വീടിന്റെ ഉമ്മറത്തിരിക്കുന്നു. അയാളുടെ നെൽക്കളം മുഴുവൻ കരിഞ്ഞു കിടക്കുന്നു. കാളിയെ കണ്ടതും അയാൾ ഓടിച്ചെന്ന് അവരുടെ കാൽക്കൽ വീണു. മകളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ വീട് ഞാൻ പുതിയത് പണിതു തരാം. നിന്റെ പശുക്കൾക്ക് പകരം പുതിയ പശുക്കളെ വാങ്ങിത്തരാം. എന്നെ രക്ഷിക്കണം. കാളിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവർക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചാത്തൻ ആദ്യമായി ഒരു മനുഷ്യനു വേണ്ടി തന്റെ ശക്തി ഉപയോഗിച്ചു. ആ കുന്നിൻ മുകളിലെ ശക്തി അത് നീതിയുടെ ശക്തിയാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. അത് അടിച്ചമർത്തപ്പെട്ടവരുടെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ അത് അമ്പലത്തിലെ ശാന്തനായ ദൈവമായിരുന്നില്ല. അത് തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്ന കോപവും സ്നേഹവും ഒരുപോലെയുള്ള കാടിന്റെ നിഗൂഢമായ ശക്തിയായിരുന്നു. പിറ്റേന്ന് ദിവസം മുതൽ ആ ഗ്രാമം പഴയതുപോലെ ആയിരുന്നില്ല. ജന്മി തന്റെ നെൽപ്പാടം കരിഞ്ഞു കിടക്കുന്നത് കണ്ട് ഭ്രാന്തനെ പോലെയായി. അയാൾ വാക്കുപാലിച്ചു. കാളിക്ക് പുതിയ കുടിൽ പണിതു കൊടുത്തു, പുതിയ പശുക്കളെ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അയാൾ കാളിയുടെ കാൽക്കൽ വീണ് പറഞ്ഞു, മകളെ, ആ കുന്നിൻ മുകളിലെ ശക്തിയോട് പറയണം, എന്നെ ഇനി ഉപദ്രവിക്കരുത്. ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിക്കാൻ പറയണം. കാളിക്ക് അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. അവർ തിരികെ തന്റെ പുതിയ കുടിലിലേക്ക് പോയി. പശുവിനെ കറന്ന് ആദ്യത്തെ പാൽ ഒരു ചിരട്ടയിലെടുത്തു. അടുപ്പ് കൂട്ടി ആദ്യത്തെ അരി വേവിച്ചു. പക്ഷേ ആഹാരം കഴിക്കാൻ നേരം അവർക്ക് എന്തോ ഒരു മടി പോലെയായി. തനിക്കെല്ലാം തിരികെ തന്ന ആ ശക്തിക്ക് എന്തു നന്ദിയാണ് താൻ പറയേണ്ടത്? ആരും പോകാത്ത ആ കുന്നിൻ മുകളിലെ ദൈവത്തിന് എന്തു വഴിപാടാണ് നൽകേണ്ടത്? തന്റെ കയ്യിൽ പണമില്ല, സ്വർണവുമില്ല. അപ്പോൾ അവർക്ക് താൻ ആ പാറപ്പുറത്ത് കിടന്ന് കരഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. എന്റെ വിശപ്പാണ്, അതിന്റെ പങ്ക് നിനക്ക് തരാം. അവർ ആ ചിരട്ടയിലെ പാലും ഒരു ചെറിയ ഇലയിൽ ഒരു പിടി ചോറും എടുത്തുകൊണ്ട് വീണ്ടും ആ കുന്നിൻ മുകളിലേക്ക് നടന്നു. ഇത്തവണ അവർക്കൊട്ടും പേടി തോന്നിയില്ല. ആ പാറപ്പുറത്തെത്തിയപ്പോൾ അവർ ആ ഇലയും ചിരട്ടയും ആ പാറപ്പുറത്ത് വെച്ചു. കുന്നിലപ്പാ, ചാത്ത, അവർ വിളിച്ചു. അന്ന് ഞാൻ തന്നത് എന്റെ കണ്ണീരാണ്. ഇന്ന് ഞാൻ തരുന്നത് എന്റെ സന്തോഷമാണ്. എനിക്ക് കിട്ടിയ ആഹാരത്തിന്റെ ആദ്യത്തെ പങ്ക് ഇത് നീ സ്വീകരിക്കണം. അവർ കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നപ്പോൾ ആ ഇലയും ചിരട്ടയും അവിടെ ശൂന്യമായിരിക്കുന്നു. കാളിയുടെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. അവർ സന്തോഷം കൊണ്ട് ചിരിച്ചു. താൻ കൊടുത്തത് ആ ശക്തി സ്വീകരിച്ചിരിക്കുന്നു. അന്നു മുതൽ അതൊരു പതിവായി. കാളി ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് എന്നും ആ കുന്നിൻ മുകളിലെ പാറപ്പുറത്തെത്തും. കാളി ആ പാറയോട് സംസാരിക്കാൻ തുടങ്ങി, തന്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. ചാത്തനും അവന്റെ ഭൂതഗണങ്ങളും ഇതെല്ലാം കണ്ടു നിന്നു. അവൻ ആദ്യമായി ഒരാളോട് അടുപ്പം തോന്നി. തന്റെ അമ്മ ഉപേക്ഷിച്ചു പോയപ്പോൾ കിട്ടാത്ത സ്നേഹം ഈ പാവം സ്ത്രീ തനിക്ക് നൽകുന്നു. അതും തന്നെ ഭയന്നിട്ടല്ല, സ്നേഹം കൊണ്ട് മാത്രം. അവന്റെ ഉള്ളിലെ കോപം പതിയെ അലിഞ്ഞു തുടങ്ങി. ഈ സംഭവം ഗ്രാമത്തിൽ പതിയെ അറിയപ്പെട്ടു. ജന്മിയെ പേടിച്ചു മിണ്ടാതിരുന്ന പലരും കാളിയുടെ അടുത്തേക്ക് രഹസ്യമായി വരാൻ തുടങ്ങി. കളി, ഞങ്ങളെ ജന്മി ചതിച്ചു, ഞങ്ങളുടെ ഭൂമി തട്ടിയെടുത്തു. കളി, എന്റെ മകന് ഒരാഴ്ചയായി പനിയാണ്, വൈദ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കളി, ആ കുന്നിലപ്പനോട് ഞങ്ങളുടെ സങ്കടമെന്ന് പറയാമോ? അവർക്ക് കുന്നിൻ മുകളിൽ പോകാൻ ഭയമായിരുന്നു, പക്ഷേ കാളി അവർക്ക് വേണ്ടി പോയി. ഓരോരുത്തരുടെയും സങ്കടങ്ങൾ കാളി ആ പാറപ്പുറത്ത് ചെന്ന് പറഞ്ഞു. അതോടെ ഗ്രാമത്തിൽ പല അത്ഭുതങ്ങളും കുസൃതികളും നടക്കാൻ തുടങ്ങി. ഭൂമി തട്ടിയെടുത്ത ജന്മിയുടെ ധാന്യപ്പുരയിൽ നിറയെ കല്ലും മണ്ണും നിറഞ്ഞു. അയാൾക്ക് ഒരു മണി അരി പോലും പുറത്തെടുക്കാൻ പറ്റിയില്ല. പനി പിടിച്ച കുട്ടിയുടെ വീട്ടുവാതിൽക്കൽ ആരാണെന്നറിയാതെ ഒരു കെട്ട് പച്ചമരുന്ന് വന്നു കിടന്നു. അത് അരച്ചു കൊടുത്തപ്പോൾ കുട്ടിയുടെ പനി മാറി. കള്ളം പറഞ്ഞ അയൽക്കാരന്റെ വീട്ടിലെ കോഴികളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി. ആളുകൾക്ക് മനസ്സിലായി, ഇത് അമ്പലത്തിലെ ദൈവമല്ല, ഇത് തങ്ങളോടൊപ്പം നടക്കുന്ന, തങ്ങളുടെ സങ്കടം കേൾക്കുന്ന, തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ കുസൃതിയോടെ ശിക്ഷിക്കുന്ന ഒരു കുട്ടിച്ചാത്തനാണ്. അവർ അവനെ കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവന് സ്വർണ്ണവിളക്കുകൾ വേണ്ടായിരുന്നു, അവന് വലിയ ക്ഷേത്രങ്ങൾ വേണ്ടായിരുന്നു. പാവപ്പെട്ടവന്റെ ഒരു പിടി അരി അല്ലെങ്കിൽ ഒരു ചിരട്ടപ്പാൽ, അത് മതിയായിരുന്നു അവന്. അവൻ നീതിയില്ലാത്തവരുടെ ദൈവമായി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി. പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. ഗ്രാമത്തിലെ വലിയ അമ്പലത്തിലെ പൂജാരിയും പണക്കാരായ പ്രമാണിമാരും അസ്വസ്ഥരായി. ആളുകൾ അമ്പലത്തിലേക്ക് വരുന്നത് കുറഞ്ഞു. അവർ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നിർത്തി. എല്ലാവരും ഇപ്പോൾ കാളിയുടെ കുടിലിന് മുന്നിലാണ്. എല്ലാവരും ഇപ്പോൾ ആരും കാണാത്ത കറുത്ത കാട്ടിലെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇത് ശരിയല്ല. പൂജാരി ജന്മിയോടും മറ്റു പ്രമാണിമാരോടും പറഞ്ഞു,
അതൊരു നീച ശക്തിയാണ്. താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീയാണ് അതിനെ പൂജിക്കുന്നത്. നമ്മൾ അതിനെ തടഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ നാട് കുടിക്കും, നമ്മുടെ ദൈവങ്ങളെല്ലാം കോപിക്കും. അവരൊരു തീരുമാനമെടുത്തു. ആ കുന്നിൻ മുകളിലെ ശക്തിയെ, ആ ചാത്തനെ അവിടെ നിന്നും എന്നേക്കുമായി ഓടിക്കണം, അതിനെന്ത് വലിയ വില കൊടുക്കേണ്ടി വന്നാലും. അടുത്ത പൗർണമി ദിവസം ഗ്രാമത്തിലെ വലിയ അമ്പലത്തിൽ ആരും അറിയാതെ ഒരു രഹസ്യ യോഗം ചേർന്നു. പൂജാരി, പണ്ട് കാളിയെ ഉപദ്രവിച്ച ജന്മി, പിന്നെയും ചില പണക്കാർ, അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പൂജാരി പറഞ്ഞു, നമ്മളിത് കണ്ടില്ലെന്ന് നടിക്കരുത്. ആ കുന്നൻ മുകളിലെ ശക്തി നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യം കെടുത്തും. അത് ശാസ്ത്രമനുസരിച്ചുള്ള ദൈവമല്ല, അതിനെ പൂജിക്കുന്നത് ഒരു സ്ത്രീയാണ്. അതിനെ അവിടെ നിന്ന് തുരത്തണം. ജന്മി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കാരണം എന്റെ സമാധാനം പോയി. എന്റെ പണിക്കാർക്ക് എന്നെ ഇപ്പോൾ പേടിയില്ല. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരിപ്പോൾ ആ കുന്നിൻ മുകളിലേക്കാണ് നോക്കുന്നത്. പക്ഷെ എങ്ങനെ? മറ്റൊരാൾ ചോദിച്ചു. നമ്മൾ അയച്ച ആളുകളെ അത് കല്ലെറിഞ്ഞ് ഓടിച്ചു. അതിന് കാട്ടിന്റെ ശക്തിയുണ്ട്. പൂജാരിയുടെ മുഖത്ത് ഒരു ഗൂഢമായ ചിരി വിടർന്നു. സാധാരണക്കാർക്ക് അതിനെ തളയ്ക്കാൻ കഴിയില്ല. അതിന് മന്ത്രവാദത്തിന്റെ ശക്തി തന്നെ വേണം. നമ്മുടെ കിഴക്കേ ദേശത്ത് ഒരു വലിയ മാന്ത്രികനുണ്ട്. മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും അഗ്രഗണ്യൻ. പിശാചുക്കളെയും ഭൂതങ്ങളെയും തളയ്ക്കാൻ കഴിവുള്ളയാൾ. നമ്മൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കണം, എന്ത് വില കൊടുത്താലും. അവർക്കെല്ലാം അത് സമ്മതമായി. ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവരെല്ലാവരും പണം സ്വരൂപിച്ചു. ആ മാന്ത്രികനെ ക്ഷണിക്കാൻ ദൂതനെ അയച്ചു. ഒരു കറുത്ത വാവിന്റെ രാത്രിയിൽ ആ മാന്ത്രികൻ ഗ്രാമത്തിലെത്തി. ഉയരം കൂടിയ ജട പിടിച്ച മുടിയുള്ള ഭസ്മം പൂശിയ ഒരാൾ. അയാളുടെ കണ്ണുകൾക്ക് വല്ലാത്ത തീക്ഷ്ണതയുണ്ടായിരുന്നു. കൂടെ മന്ത്രങ്ങൾ എഴുതിയ ഓലക്കെട്ടുകളുമായി 2 ശിഷ്യന്മാരും. അയാൾ ഗ്രാമത്തിലെ അമ്പലത്തിൽ താമസിച്ചു. പൂജാരിയും പ്രമാണിമാരും അയാൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തു. മാന്ത്രികൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ രൂപമുള്ള കാട്ടുദൈവം അല്ലേ? അതിനൊരു പാവം സ്ത്രീ ആഹാരം കൊടുക്കുന്നു, എന്നിട്ട് അത് ഇവിടെ നീതി നടത്തുന്നു. കൊള്ളാമല്ലോ, അത് നീചശക്തിയാണ്. പൂജാരി തിരുത്തി, അങ്ങ് അതിനെ ഇവിടെ നിന്ന് ബന്ധിച്ച് കടലിൽ കൊണ്ടുപോയി ഒഴുക്കണം. നടപടിക്രമങ്ങൾ എനിക്കറിയാം. മാന്ത്രികൻ ഗൗരവത്തോടെ പറഞ്ഞു. 3 ദിവസം എനിക്ക് തയ്യാറെടുപ്പുകൾക്ക് വേണം. 3-ാം ദിവസം അമാവാസി രാത്രിയിൽ ഞാൻ പൂജ തുടങ്ങും. ആ കുന്നിന്റെ താഴെ ഒരു വലിയ കളമൊരുക്കി ഹോമം നടത്തണം. അതിന്റെ ശക്തിയിൽ ഞാൻ അതിനെ ബന്ധിക്കും. അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു. പൂജ കഴിയുന്നതുവരെ ആ സ്ത്രീ കാളി, അവൾ ആ കുന്നിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അവളാണ് അതിന് ആഹാരം നൽകി ബലപ്പെടുത്തുന്നത്. അവളെ തടഞ്ഞു വയ്ക്കണം. പ്രമാണിമാർ അത് ഏറ്റെടുത്തു. അടുത്ത 2 ദിവസവും ആ ഗ്രാമം ഭയത്തിലായിരുന്നു. മാന്ത്രികന്റെ ആളുകൾ കുന്നിന്റെ താഴ്വാരത്ത് വലിയൊരു പന്തലുണ്ടാക്കി. അവിടെ ചാണകം മെഴുകി പലതരം പൊടികൾ കൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരു കളമൊരുക്കി. ഹോമത്തിനുള്ള വിറകുകളും എണ്ണയും ഒരുക്കി. ഗ്രാമത്തിലെ പാവപ്പെട്ടവർ ഇതെല്ലാം ഭയത്തോടെ നോക്കി നിന്നു. കാളിയെ ജന്മിയുടെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അവളുടെ കുടിലിൽ തന്നെ പൂട്ടിയിട്ടു. എന്നെ വിടൂ, എനിക്ക് കുന്നിനപ്പന് ചോറ് കൊടുക്കണം. അവർ കരഞ്ഞു പറഞ്ഞു. മിണ്ടരുത്, ഇന്ന് രാത്രി നിന്റെ കുന്നിനപ്പന്റെ കഥ കഴിയും. ജന്മി അട്ടഹസിച്ചു. കാളിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. താൻ കാരണം തന്റെ ദൈവത്തിന് ആപത്ത് വരാൻ പോകുന്നു എന്ന് അവർ ഭയന്നു. അന്ന് രാത്രി അമാവാസിയുടെ കറുത്ത ഇരുട്ട് ലോകത്തെ മൂടി. ആകാശത്ത് നക്ഷത്രങ്ങളില്ല. കുന്നിന്റെ താഴ്വാരത്ത് ആ വലിയ കളത്തിന് നടുവിൽ മാന്ത്രികനിരുന്നു. അയാൾക്ക് ചുറ്റും തീപ്പന്തങ്ങൾ കാറ്റിൽ ആടിയുലഞ്ഞു. മാന്ത്രികന്റെ ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. അയാൾ മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ഓരോ മന്ത്രം കഴിയുന്നതും അയാൾ ഹോമകുണ്ടത്തിലേക്ക് എണ്ണയും ധാന്യവും എറിഞ്ഞു. തീ ആകാശത്തേക്ക് ആളിക്കത്തി. കുന്നിൻ മുകളിൽ തന്റെ പാറപ്പുറത്തിരിക്കുകയായിരുന്നു ചാത്തൻ. ആദ്യത്തെ മന്ത്രം ചെവിയിലടിച്ചപ്പോൾ തന്നെ അവൻ ഞെട്ടിയുണർന്നു. ഇത് സാധാരണ പ്രാർത്ഥനയല്ല. ഇത് തന്നെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന, തന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന മന്ത്രങ്ങളാണ്. അവന്റെ ഭൂതഗണങ്ങൾ അസ്വസ്ഥരായി ഓടി നടന്നു. മാന്ത്രികന്റെ ശക്തി കൂടി വന്നു. ആ മന്ത്രങ്ങൾക്കൊരു അദൃശ്യ കയറിന്റെ ശക്തി ഉണ്ടായിരുന്നു. അത് കുന്നിൻ മുകളിലേക്ക് ഇഴഞ്ഞു കയറി ചാത്തന്റെ കൈകാലുകളെ വരിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ചാത്തൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ തന്റെ ശക്തി ഉപയോഗിച്ചു വലിയ കാറ്റായി ആ തീ അണയ്ക്കാൻ നോക്കി. പക്ഷേ മാന്ത്രികന്റെ മന്ത്രശക്തിയാൽ ആ തീ അണഞ്ഞില്ല. ചാത്തൻ വലിയ കല്ലുകൾ ഉരുട്ടി താഴെ കിട്ടു. പക്ഷേ ആ കല്ലുകളെല്ലാം കളത്തിനു ചുറ്റും തട്ടിത്തെറിച്ചുപോയി. മാന്ത്രികന്റെ മന്ത്രങ്ങൾ അവനെ കൂടുതൽ ബന്ധിക്കുകയാണ്. അവൻ അനങ്ങാൻ കഴിയുന്നില്ല. താഴെ പന്തലിൽ കൂടി നിന്ന പ്രമാണിമാർ സന്തോഷത്തോടെ ചിരിച്ചു. പൂജാരി പ്രാർത്ഥിച്ചു. തന്റെ കുടിലിൽ കിടന്ന കാളി അലറിക്കരയുന്നുണ്ടായിരുന്നു. കുന്നിനപ്പാ, ചാത്ത, എന്നോട് ക്ഷമിക്കണേ. ചാത്തൻ ആദ്യമായി താൻ തോറ്റുപോകുമോ എന്ന ഭയം തോന്നി. തന്റെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ തോന്നിയ അതേ ഒറ്റപ്പെടൽ. മാന്ത്രികൻ തന്റെ അവസാനത്തെ ആയുധം പുറത്തെടുത്തു. ഒരു ചെമ്പുതകിട്. ഇപ്പോൾ ഞാൻ നിന്നെ ഈ തകിടിലേക്ക് ആവാഹിച്ചു ബന്ധിക്കും എന്നയാൾ അലറി. അയാൾ ഏറ്റവും ശക്തിയേറിയ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. കുന്നിൻ മുകളിൽ പാറപ്പുറത്ത് ചാത്തന്റെ രൂപം വിറയ്ക്കാൻ തുടങ്ങി. ആ അദൃശ്യ ശക്തി അവനെ താഴേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കാളി തന്റെ കുടിലിന്റെ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് ഓടി. അരുത് എന്നലറിക്കൊണ്ട് അവർ ആ ഹോമകുണ്ടത്തിനടുത്തേക്ക് ഓടി. അവളെ പിടിക്കൂ, ജന്മി അലറി. പക്ഷെ കാളി നേരെ ഓടിച്ചെന്ന് ആ ഹോമകുണ്ടത്തിന് നടുവിലേക്ക് ആളിക്കത്തുന്ന തീയിലേക്ക് വീണു. എല്ലാം ഒരു നിമിഷം നിശ്ചലമായി. തീ അണഞ്ഞു. മന്ത്രങ്ങൾ നിന്നു. മാന്ത്രികൻ ഞെട്ടിപ്പോയി. ഒരു ജീവൻ ബലിയായിരിക്കുന്നു.
ഹോമം മുടങ്ങിയിരിക്കുന്നു. കുന്നിൻ മുകളിൽ ചാത്തന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീണു. അവൻ കണ്ടു, തനിക്ക് വേണ്ടി തനിക്ക് ആഹാരം തന്ന ആ പാവം സ്ത്രീ തീയിൽ വെന്തു മരിക്കുന്നത്. അവന്റെ ഉള്ളിൽ അതുവരെ ഉറങ്ങിക്കിടന്ന മഹാദേവന്റെ കോപം, ആദിശക്തിയായ പാർവതിയുടെ രൗദ്രഭാവം എല്ലാം ഒരുമിച്ചുണർന്നു. അവന് വായയില്ലായിരുന്നു. പക്ഷേ ആ കുന്നിൻ മുകളിൽ നിന്ന് ലോകം നടുങ്ങുന്ന ഒരലർച്ച മുഴങ്ങി. അത് മാന്ത്രികന്റെയും പൂജാരിയുടെയും പ്രമാണിമാരുടെയും മനസ്സിലാണ് ചെന്ന് തറച്ചത്. ആ കുന്നിൻ മുകളിൽ ആകാശത്തോളം ഉയരത്തിൽ ഒരു കറുത്ത നിഴൽ രൂപം പൊങ്ങി വന്നു. അതിൻ്റെ കണ്ണുകൾ ചുവന്ന തീഗോളങ്ങൾ പോലെ ജ്വലിച്ചു. ചാത്തൻ തൻ്റെ യഥാർത്ഥ രൂപം എടുക്കുകയായിരുന്നു. ആ നിമിഷം കുന്നിൻ്റെ താഴ്വരയിലെ കാറ്റ് നിശ്ചലമായി. മരങ്ങളിലെ ഇലകൾ പോലും അനങ്ങിയില്ല. തീപ്പന്തങ്ങളെല്ലാം ഒന്നിച്ചണഞ്ഞു. അമാവാസിയുടെ കനത്ത ഇരുട്ട് മാത്രം. ആ ഇരുട്ടിൽ 2 ചുവന്ന നക്ഷത്രങ്ങൾ പോലെ ചാത്തന്റെ കണ്ണുകൾ മാത്രം ജ്വലിച്ചു. മാന്ത്രികൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഭയമെന്തെന്നറിഞ്ഞു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ മന്ത്രങ്ങൾ വീണ്ടും ചൊല്ലാൻ ശ്രമിച്ചു. അയാളുടെ ശബ്ദം പുറത്തു വന്നില്ല. ആ കുന്നിൻ മുകളിലെ ഭീമാകാരമായ നിഴൽ ആകാശത്ത് നിന്നൊരു കറുത്ത പുഴ പോലെ താഴേക്ക് ഒഴുക വരാൻ തുടങ്ങി. അത് മലയിറങ്ങി വരുന്ന കാറ്റുപോലെയായിരുന്നു. പക്ഷേ അതിന് രൂപമുണ്ടായിരുന്നു. അത് കളത്തിൽ പരന്നു. രക്ഷിക്കൂ! ജന്മി അലറി വിളിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കാലുകൾ നിലത്തുറച്ചു പോയതുപോലെ തോന്നി. അനങ്ങാൻ കഴിയുന്നില്ല. പൂജാരിയും മറ്റുള്ളവരും ഭയം കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ കറുത്ത നിഴൽ, ചാത്തന്റെ കോപം, അതാദ്യം ചെന്നെത്തിയത് ആ മാന്ത്രികന് നേരെയാണ്. അത് അയാളെ സ്പർശിച്ചില്ല. പക്ഷേ അയാളുടെ ഉള്ളിലൂടെ ഒരു മഞ്ഞുവീഴ്ച പോലെ അത് കടന്നുപോയി. മാന്ത്രികന്റെ മനസ്സിലേക്ക് 1000 ഇടിമിന്നലുകൾ ഒരുമിച്ച് പാഞ്ഞു കയറി. അയാൾ തൻ്റെ മന്ത്രങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മറന്നുപോയി. തൻ്റെ സിദ്ധികളെല്ലാം നഷ്ടപ്പെട്ടു. അയാൾക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും തിരിച്ചറിയാൻ പറ്റാതായി. നീ തീ കൊണ്ട് കളിച്ചു. ഇനി നിനക്ക് ഇരുട്ടിനെയായിരിക്കും ഭയം. ഒരു ശബ്ദം അയാളുടെ തലയ്ക്കുള്ളിൽ മാത്രം മുഴങ്ങി. മാന്ത്രികന്റെ കണ്ണുകളിലെ തീഷ്ണത അണഞ്ഞു. അയാൾ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞു. എവിടെയാണ് പോകുന്നതെന്നോ ആരാണ് താനെന്നോ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അടുത്തത് പൂജാരിയുടെയും പ്രമാണിമാരുടെയും ഊഴായിരുന്നു. ചാത്തന്റെ നിഴൽ അവരെ മൂടി. അവർ തണുപ്പുകൊണ്ട് വിറച്ചു. അവൾക്കൊന്നുമില്ലായിരുന്നോ? നിങ്ങൾ അതുപോലും ഇല്ലാതാക്കി എന്നാ ശബ്ദം വീണ്ടും മുഴങ്ങി. അവർ കണ്ണു തുറന്നപ്പോൾ കുന്നിന്റെ താഴ്വരം പഴയതുപോലെയായിരുന്നു. ആരും അവിടെയില്ല. അവർ പേടിച്ചോടി തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷെ ജന്മി തൻ്റെ വലിയ മാളികയുടെ മുന്നിലെത്തിയപ്പോൾ കണ്ടത് അതൊരു ചെറിയ മൺകുടിലായി മാറിയിരിക്കുന്നതാണ്. അയാളുടെ ധാന്യപ്പുരകളെല്ലാം ശൂന്യമായിരിക്കുന്നു. പൂജാരി അമ്പലത്തിൽ ഓടിയെത്തിയപ്പോൾ അവിടുത്തെ സ്വർണ്ണ വിഗ്രഹങ്ങളെല്ലാം കരിങ്കല്ലുകളായി മാറിയിരിക്കുന്നു. അവരുടെ അഹങ്കാരത്തിന്റെ പ്രതീകമായിരുന്ന സമ്പത്തെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ചാത്തൻ കവർന്നെടുത്തിരുന്നു. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. കാളിയെപ്പോലെ അവരും ഒന്നുമില്ലാത്തവരായി മാറി. കുന്നിന്റെ താഴ്വരത്ത് കോപം പതിയെ അടങ്ങി. ആ ഭീമാകാരമായ കറുത്ത നിഴൽ ചുരുങ്ങി വീണ്ടും ആ ചെറിയ വായയില്ലാത്ത കുട്ടിയുടെ രൂപമായി. ചാത്തൻ സാവധാനം ആ ഹോമകുണ്ടത്തിനടുത്തേക്ക് നടന്നു. എല്ലാം കത്തിച്ചാമ്പലായിരിക്കുന്നു. ആളിക്കത്തിയ തീ കെട്ടടങ്ങി പുകയുന്ന ചാരക്കൊമ്പാരം മാത്രം. ആ ചാരത്തിൽ കാളിയുടെ കരിഞ്ഞ ശരീരത്തിന്റെ ബാക്കി പത്രങ്ങൾ. ചാത്തൻ ആ ചാരത്തിനടുത്ത് മുട്ടുകുത്തിയിരുന്നു. തന്നെ ജനിപ്പിച്ച അമ്മ ഉപേക്ഷിച്ചപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത്. ലോകത്തോട് മുഴുവൻ വെറുപ്പാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ തനിക്ക് വിശന്നപ്പോൾ ആഹാരം തന്ന, തന്നോട് വിശേഷങ്ങൾ പറഞ്ഞ, തന്നെ സ്നേഹിച്ച ഒരാൾ ഇല്ലാതായിരിക്കുന്നു. അവന്റെ ഉള്ളിൽ ഒരു പുതിയ വികാരം നിറഞ്ഞു. അത് കോപമായിരുന്നില്ല, അത് സങ്കടമായിരുന്നു. ജന്മം കൊണ്ട് കരയാൻ കഴിയാത്ത അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നില്ല. പക്ഷേ അവന്റെ ആത്മാവ് കരഞ്ഞു. അവൻ പതുക്കെ ആ ചാരത്തിലേക്ക് കൈനീട്ടി. ആ ചാരം തൊട്ട നിമിഷം കാളിയുടെ ആത്മാവിന്റെ ഒരു തുള്ളി, ആ പാവം സ്ത്രീയുടെ സ്നേഹം, അത് ചാത്തന്റെ ശക്തിയുമായി അലിഞ്ഞു ചേർന്നു. അതുവരെ അവനിലുണ്ടായിരുന്നത് മഹാദേവന്റെ കോപവും പാർവതിയുടെ ശക്തിയുമായിരുന്നു. ഇപ്പോൾ അതിനോടൊപ്പം ഒരു മനുഷ്യ സ്ത്രീയുടെ നിരുപാധികമായ സ്നേഹവും കാരുണ്യവും കൂടി അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. അവന്റെ ഉള്ളിലെ കുട്ടിക്കളി മാറി. അവന്റെ ഉള്ളിലെ അന്ധമായ കോപമടങ്ങി. അവൻ മനസ്സിലാക്കി, ശക്തി എന്നത് നശിപ്പിക്കാൻ മാത്രമുള്ളതല്ല, അത് രക്ഷിക്കാൻ കൂടിയുള്ളതാണെന്ന്. പക്ഷേ ആ പാഠം പഠിക്കാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അന്ന് രാത്രി ആ കുന്നിൻ മുകളിൽ ചാത്തൻ തനിച്ചായിരുന്നില്ല. അവനോടൊപ്പം കാളിയുടെ ഓർമ്മകളും ഉണ്ടായിരുന്നു. അവൻ ഇനി പഴയ കുട്ടിച്ചാത്തനല്ല. അവൻ വെറും കാടിന്റെ അധിപനുമല്ല. അവൻ നീതിയുടെയും അതേസമയം സങ്കടത്തിന്റെയും പ്രതീകമായി മാറി. അവനെ ബന്ധിക്കാൻ വന്ന മാന്ത്രികൻ ഭ്രാന്തനായി നാട് നീളെ ഓടി നടന്നു. അയാൾ കണ്ടവരോടെല്ലാം ഈ ഭയാനക ശക്തിയെക്കുറിച്ച് പറഞ്ഞു. കുന്നിൻ മുകളിലെ കറുത്ത കുട്ടിയെക്കുറിച്ച്, അതിന്റെ കോപത്തെക്കുറിച്ച്, അതിനെ തളയ്ക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. ഈ കഥകൾ കാട്ടുതീ പോലെ പടർന്നു. പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകിയ കഥകൾ മറ്റു ദുഷ്ടരായ മാന്ത്രികന്മാരുടെ ചെവിയിലുമെത്തി. അവർക്ക് ഭയമല്ല തോന്നിയത്, അവർക്ക് മോഹമാണ് തോന്നിയത്. ഇത്രയും വലിയൊരു ശക്തി, അതിനെ നശിപ്പിക്കുകയല്ല വേണ്ടത്, അതിനെ സ്വന്തമാക്കണം. അതിനെക്കൊണ്ട് നമുക്ക് വേണ്ടത് ചെയ്യിക്കണം.
അവർ പുതിയ മന്ത്രങ്ങൾ തേടി ഗ്രന്ഥങ്ങൾ തിരയാൻ തുടങ്ങി. ചാത്തനെ എന്നേക്കുമായി തങ്ങളുടെ അടിമയാക്കാൻ കഴിവുള്ള മന്ത്രങ്ങൾ. ആ കുന്നിൻ മുകളിലെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെ കിഴക്കൻ മലയോരങ്ങളിൽ നിഗൂഢമായ മന്ത്രവാദങ്ങൾക്ക് പേരുകേട്ട ഒരു ദേശമുണ്ടായിരുന്നു. അവിടെ കറുത്ത ശക്തികളെ ഉപാസിക്കുന്ന, മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറം കഴിവുകളുള്ള ഒരു മഹാമാന്ത്രികൻ ജീവിച്ചിരുന്നു. അയാളുടെ പേര് ഭൈരവൻ എന്നായിരുന്നു. വയസ്സുകൊണ്ട് അവശനായിരുന്നെങ്കിലും അയാളുടെ കണ്ണുകൾക്ക് ഒരു കഴുകന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. സാധാരണ മന്ത്രവാദികൾ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ബന്ധിക്കുമ്പോൾ ഭൈരവന്റെ ലക്ഷ്യം അതിലും വലുതായിരുന്നു. അയാൾക്ക് വേണ്ടത് ദൈവത്തിന്റെ അംശമുള്ള ഒരു ശക്തിയെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭ്രാന്തനായി അലയുന്ന ആ പഴയ മാന്ത്രികന്റെ കഥകൾ ഭൈരവന്റെ ചെവിയിലും എത്തിയത്. മഹാദേവന്റെ പുത്രൻ, പാർവതിയുടെ അംശം, വായയില്ലാത്ത കറുത്ത കുട്ടി, ഒരു ഹോമം കൊണ്ടുപോലും ബന്ധിക്കാൻ കഴിയാത്ത ശക്തി. ഭൈരവന്റെ കറുത്ത ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. ഒടുവിൽ ഞാൻ കാത്തിരുന്ന ശക്തി വന്നിരിക്കുന്നു. അയാൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. ആദ്യത്തെ മാന്ത്രികൻ ഒരു വിഡ്ഢിയായിരുന്നു. അയാൾ ആ ശക്തിയെ നേരിട്ട് എതിർക്കാൻ നോക്കി. അതുകൊണ്ട് തോറ്റു. തീയെ തീ കൊണ്ടല്ല കീഴടക്കേണ്ടത്, വെള്ളം കൊണ്ടാണ്. കോപത്തെ സ്നേഹം കൊണ്ടാണ് കിടത്തേണ്ടത്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മായ കൊണ്ട് എന്ന്. ഭൈരവൻ ഒരു കാര്യം മനസ്സിലാക്കി. ആ ശക്തി ഇപ്പോൾ വെറും കോപം മാത്രമല്ല, അതിന്റെ ഉള്ളിൽ കാളി എന്ന സ്ത്രീയുടെ സ്നേഹത്തിന്റെയും സങ്കടത്തിന്റെയും ഒരു തുള്ളിയുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. അതുതന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ബലഹീനതയും എന്ന്. അവൻ ആ ബലഹീനതയിൽ പിടിക്കാൻ തീരുമാനിച്ചു. ഭൈരവൻ തന്റെ രഹസ്യ നിലവറയിൽ പ്രവേശിച്ചു. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആവാഹനം എന്നതിലുപരി മോഹനം എന്നതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഒരു ശക്തിയെ ബലം പ്രയോഗിച്ച് പിടിക്കുന്നതല്ല, അതിനെ മോഹിപ്പിച്ച് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന അതിനിഗൂഢമായ തന്ത്രങ്ങൾ. അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി. അതിന് ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമായിരുന്നു. അയാൾക്ക് ചാത്തന് പിടിക്കാൻ ഒരു ഹോമകുണ്ടമല്ല വേണ്ടിയിരുന്നത്, മറിച്ച് ചാത്തന് വന്നിരിക്കാൻ തക്കവണ്ണം മോഹിപ്പിക്കുന്ന ഒരു പീഠമായിരുന്നു വേണ്ടത്. അയാൾ 108 പുണ്യസ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു. പലതരം ലോഹങ്ങൾ ഉരുക്കി അതിസങ്കീർണമായ ഒരു ചെറിയ പീഠം അയാൾ വാർത്തെടുത്തു. എന്നിട്ട് അയാൾ തന്റെ മന്ത്രവാദം ആരംഭിച്ചു. അതൊരു രാത്രി കൊണ്ട് തീരുന്നതായിരുന്നില്ല. ആഴ്ചകൾ നീണ്ടുനിന്ന കഠിനമായ ഉപാസനയായിരുന്നു അത്. അയാൾ ചാത്തനെ തന്റെ അടുത്തേക്ക് വിളിച്ചില്ല. പകരം അയാൾ കാളിയുടെ ഓർമ്മകളെയാണ് ഉണർത്തിയത്. അയാൾ മന്ത്രം ചൊല്ലുമ്പോൾ അത് ദേഷ്യമുള്ള മന്ത്രങ്ങളായിരുന്നില്ല, അതൊരു സങ്കടം നിറഞ്ഞ പാട്ട് പോലെയായിരുന്നു. കാളി പണ്ട് തന്റെ കുടിലിരുന്ന് മൂളിയിരുന്ന അതേ താളം. ഇതേ സമയം ആ കുന്നിൻ മുകളിൽ തന്റെ പാറപ്പുറത്ത് ചാത്തൻ തനിച്ചായിരുന്നു. അവന് ചുറ്റും ഭൂതഗണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും സംസാരിക്കില്ല. അവൻ ആഹാരം നൽകാൻ ഇപ്പോൾ കാളിയില്ല. അവനോട് വിശേഷങ്ങൾ പറയാൻ ആരും വരുന്നില്ല. കാളിയുടെ ചാരം അലിഞ്ഞു ചേർന്നത് മുതൽ അവന്റെ ഉള്ളിൽ സങ്കടം എന്താണെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ നിലാവുള്ള ഒരു രാത്രിയിൽ എല്ലാം ശാന്തമായിരിക്കുമ്പോൾ ചാത്തൻ അത് കേട്ടു. ദൂരെ, ഒരുപാട് ദൂരെ നേർത്ത ഒരു സംഗീതം പോലെ. അവൻ ഞെട്ടി. അത് കാളി മൂളിയിരുന്ന പാട്ടല്ലേ? തനിക്ക് ആഹാരം കൊണ്ടുവരുമ്പോൾ അവർ പാടിയിരുന്ന അതേ ഈണം. അവൻ കുന്നിൻ മുകളിൽ എഴുന്നേറ്റ് നിന്നു. അവന്റെ ചുവന്ന കണ്ണുകൾ ആ ശബ്ദം വരുന്ന ദിശയിലേക്ക് നോക്കി. ഇതെങ്ങനെ സാധ്യമാകും? കാളി മരിച്ചുപോയതല്ലേ? ആ സംഗീതം വീണ്ടും ഒഴുകി വന്നു. അതവനെ മാടി വിളിക്കുകയായിരുന്നു. അതിൽ സങ്കടമുണ്ടായിരുന്നു, അതിൽ സ്നേഹമുണ്ടായിരുന്നു. അവൻ അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അമ്മയെ നഷ്ടപ്പെട്ട ശേഷം ആദ്യമായി സ്നേഹം തന്ന ഒരാളുടെ ഓർമ്മ അതവനെ അത്രയേറെ വലിച്ചെടുപ്പിച്ചു. തന്റെ ഭൂതഗണങ്ങളോട് പോലും പറയാതെ ആ രാത്രി ചാത്തന കുന്നിറങ്ങി. ആദ്യമായി അവൻ തന്റെ വാസസ്ഥലം വിട്ട് പുറത്തേക്ക് യാത്ര തുടങ്ങി. ആ മാന്ത്രിക സംഗീതത്തെ പിന്തുടർന്ന് ഭൈരവൻ ഒരുക്കിയ കെണിയിലേക്ക്. അതൊരു നീണ്ട യാത്രയായിരുന്നു. ചാത്തൻ അതുവരെ തന്റെ കുന്നും ആ കാടും വിട്ട് മറ്റൊരിടത്തും പോയിരുന്നില്ല. ഇപ്പോൾ ആ നേർത്ത സംഗീതം അവനെ മുന്നോട്ട് നയിച്ചു. അവൻ കാടുകൾ താണ്ടി, പുഴകൾ മുറിച്ചു കടന്നു, മലകൾ കയറിയിറങ്ങി. പകൽ സമയങ്ങളിൽ അവൻ ആർക്കും കാണാൻ കഴിയാത്ത ഒരു നിഴലായി മാറി. രാത്രികാലങ്ങളിൽ കാറ്റിന്റെ വേഗതയിൽ അവൻ സഞ്ചരിച്ചു. പല ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ ഉള്ളിലെ ദൈവികമായ ശക്തി അവനോട് പറയുന്നുണ്ടായിരുന്നു, ഇത് അപകടമാണ്, മടങ്ങിപ്പോകും. പക്ഷേ അവന്റെ ഉള്ളിലെ കാളിയുടെ ചാരമലിഞ്ഞു ചേർന്ന ആ മനുഷ്യന്റെ അംശം അതാ സംഗീതത്തിനു വേണ്ടി കൊതിച്ചു. ഒരിക്കൽ കൂടി ആ സ്നേഹം എനിക്ക് അനുഭവിക്കണം എന്നവന്റെ മനസ്സ് മന്ത്രിച്ചു. ഒടുവിൽ ഒരുപാട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ആ കിഴക്കൻ മലയോരങ്ങളിലെത്തി. അവിടെ ആരും എത്തിപ്പെടാത്ത ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ ആശ്രമം പോലെ ഒരു മൺകുടിൽ അവൻ കണ്ടു. ആ സംഗീതം വരുന്നത് അവിടെ നിന്നാണ്. ചാത്തൻ പതുക്കെ സംശയത്തോടെ ആ കുടിലിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ ആരെയും കണ്ടില്ല. ചുറ്റും ശാന്തമായിരുന്നു. ആദ്യത്തെ മാന്ത്രികൻ ഒരുക്കിയതുപോലെ ഹോമകുണ്ടങ്ങളോ ആയുധങ്ങളോ ബഹളങ്ങളോ ഒന്നും അവിടെയില്ല. മറിച്ച് അവിടെ ഒരു സമാധാനം തങ്ങി നിൽക്കുന്നത് പോലെ അവന് തോന്നി. അവൻ ആ കുടിലിന്റെ വാതിൽക്കൽ നിന്നു. ആ സംഗീതം ഇപ്പോൾ വളരെ വ്യക്തമായി കേൾക്കാം. അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. അവൻ പതുക്കെ അകത്തേക്ക് കാലെടുത്ത് വെച്ചു. അകത്ത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിന് നടുവിൽ ഒരൊറ്റ തിരുനാളം മാത്രം മിന്നുന്നു. ആ വെളിച്ചത്തിൽ അവനത് കണ്ടു. 108 പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണും പലതരം ലോഹങ്ങളും ചേർത്ത് ഭൈരവൻ ഉണ്ടാക്കിയ ആ ചെറിയ പീഠം അതവിടെ മുറിയുടെ നടുവിലിരിക്കുന്നു. ആ സംഗീതം, കാളിയുടെ ആ പാട്ട്
അത് വരുന്നത് ആ പീഠത്തിൽ നിന്നാണ്. ചാത്തൻ അതിനെ അത്ഭുതത്തോടെ നോക്കി. അത് വെറുമൊരു പീഠമായിരുന്നില്ല, അതിനെന്തോ ഒരു പ്രത്യേക ആകർഷണ ശക്തി ഉണ്ടായിരുന്നു. അവൻ അറിയില്ലായിരുന്നു ഭൈരവൻ തന്റെ സകല മന്ത്രശക്തിയും ഉപയോഗിച്ച് അതിനെ മോഹനം ചെയ്തിരിക്കുകയാണെന്ന്. ആ പീഠം അവനെ മാടി വിളിച്ചു. ഇവിടെ വരൂ, ഇവിടെ വന്നിരിക്കൂ, നിന്റെ സങ്കടങ്ങളെല്ലാം മാറും, നിനക്കിവിടെ സമാധാനം കിട്ടും എന്ന് അത് കാളിയുടെ ശബ്ദം പോലെ അവന് തോന്നി. താൻ ജനിച്ച അന്നു മുതൽ അനുഭവിച്ച ഒറ്റപ്പെടൽ, അമ്മ ഉപേക്ഷിച്ചു പോയതിന്റെ വേദന, കാളിയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് അവന് തോന്നി. അവന് തന്റെ ദൈവികമായ ശക്തിയെക്കുറിച്ച് ഓർമ്മ വന്നില്ല. താനൊരു കാമലാളാണെന്ന് അവൻ മറന്നു. സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു സാധാരണ കുട്ടിയായി മാറി. അവൻ മുന്നോട്ട് നടന്നു. ആ ചെറിയ പീഠത്തിന്റെ മുന്നിലെത്തി. ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. എന്നിട്ട് ആ പീഠത്തിന് മുകളിൽ കയറിയിരുന്നു. ഒരൊറ്റ നിമിഷം ആ സംഗീതം പെട്ടെന്ന് നിന്നു. കുടിലിനുള്ളിലെ ഇരുട്ടുമാറി നൂറുകണക്കിന് പന്തങ്ങൾ ഒന്നിച്ചു തെളിഞ്ഞു. ആ മുറിയുടെ ഓരോ കോണിലും കറുത്ത വസ്ത്രം ധരിച്ച ശിഷ്യന്മാർ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. വാതിൽക്കൽ ജടപിടിച്ച മുടിയും കഴുകന്റെ കണ്ണുകളുമായി മഹാമാന്ത്രികൻ ഭൈരവൻ പ്രത്യക്ഷപ്പെട്ടു. ചാത്തൻ ഞെട്ടി. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ആ പീഠം അവനെ ഒരു കാന്തം പോലെ പിടിച്ചു വെച്ചിരുന്നു. അവൻ ഇരുന്ന നിമിഷം ഭൈരവന്റെ മന്ത്രങ്ങൾ അവനെ ബന്ധിച്ചിരുന്നു. അത് സാധാരണ മന്ത്രങ്ങളായിരുന്നില്ല, അത് സ്നേഹത്തിന്റെ മായയിൽ പൊതിഞ്ഞ ഇരുമ്പിനേക്കാൾ ശക്തമായ ബന്ധനങ്ങളായിരുന്നു. ചാത്തൻ തന്റെ ശക്തി ഉപയോഗിക്കാൻ ശ്രമിച്ചു. കാറ്റിനെ വിളിക്കാൻ നോക്കി, ഭൂതഗണങ്ങളെ വിളിക്കാൻ നോക്കി. ഒന്നും നടന്നില്ല. അവന്റെ ശക്തികളെല്ലാം ആ പീഠം വലിച്ചെടുക്കുകയായിരുന്നു. അവന്റെ സങ്കടത്തെയും സ്നേഹത്തെയുമാണ് ആ മാന്ത്രികൻ ബന്ധനത്തിനുള്ള കയറായി ഉപയോഗിച്ചത്. ഭൈരവന്റെ ചിരി ആ മുറിയിൽ മുഴങ്ങി. നീ വിചാരിച്ചോ ഒരു പാട്ട് കേട്ട് ഇവിടെ വന്നാൽ നിനക്ക് നിന്റെ നഷ്ടപ്പെട്ട സ്നേഹം തിരികെ കിട്ടുമെന്ന്? വിഡ്ഢി, നീ ദൈവത്തിന്റെ അംശമായിരിക്കാം, പക്ഷെ ഇപ്പോൾ നീ എന്റെ അടിമയാണ്. ഭൈരവൻ തന്റെ കയ്യിലെ ദണ്ട് നിലത്ത് കുത്തി. ആ പീഠം ഒന്നുകൂടി ജ്വലിച്ചു. ചാത്തൻ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ അവന് ശബ്ദമുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അവന്റെ ചുവന്ന കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തി. പക്ഷേ അതിലുപരി അതിൽ ചതിക്കപ്പെട്ടതിന്റെ, വീണ്ടും തോറ്റുപോയതിന്റെ സങ്കടം നിഴലിച്ചു. ഇനി ഞാൻ പറയും നീ എന്ത് ചെയ്യണമെന്ന്. ഭൈരവൻ ആ പീഠത്തിനടുത്തേക്ക് നടന്നു. നീ എന്റെ ആജ്ഞകൾ അനുസരിക്കും. ഞാൻ പറയുന്നവരെ നീ സഹായിക്കും. ഞാൻ പറയുന്നവരെ നീ നശിപ്പിക്കും. മഹാദേവന്റെയും പാർവതിയുടെയും പുത്രൻ, 12 മക്കളിൽ ഏറ്റവും ശക്തൻ, ആദ്യമായ ഒരു മനുഷ്യന്റെ മുന്നിൽ, അവന്റെ മോഹങ്ങൾക്ക് മുന്നിൽ അവൻ തളയ്ക്കപ്പെട്ടു. ചാത്തൻ എന്ന കാട്ടുദൈവത്തിന്റെ കഥ അവിടെ അവസാനിക്കുകയായിരുന്നു. പകരം മനുഷ്യന്റെ ആജ്ഞാനുവർത്തിയായ കുട്ടിച്ചാത്തൻ എന്ന ശക്തിയുടെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. ആ മൺകുടിലിനുള്ളിൽ ഭൈരവന്റെ ദുഷ്ടമായ ചിരി അടങ്ങി. അതിനു പകരം അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാവം ആ മുഖത്ത് നിറഞ്ഞു. അവന്റെ മുന്നിൽ ആ ചെറിയ പീഠത്തിൽ ചാത്തൻ നിശ്ചലനായിരുന്നു. അവന്റെ ചുവന്ന കണ്ണുകൾ മാത്രം ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതിൽ അടങ്ങാത്ത ദേഷ്യവും ചതിക്കപ്പെട്ടതിന്റെ സങ്കടവും വ്യക്തമായിരുന്നു. അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ആ പീഠത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഭൈരവൻ വീണ്ടും ചിരിച്ചു. വിഡ്ഢി, നിന്നെ ബന്ധിച്ചിരിക്കുന്നത് സാധാരണ മന്ത്രങ്ങൾ കൊണ്ടല്ല, നിന്റെ തന്നെ വികാരങ്ങൾ കൊണ്ടാണ്. നിനക്ക് സ്നേഹം വേണമായിരുന്നു അല്ലേ? ആ സ്നേഹമാണ് നിന്നെ ഇവിടെ പിടിച്ചിരുത്തുന്നത്. നീ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം ഈ ബന്ധനം മുറുകും. അത് സത്യമായിരുന്നു. ചാത്തന്റെ ഉള്ളിലെ കോപം കൂടുന്തോറും ആ പീഠം അവനെ കൂടുതൽ ശക്തമായി വരിഞ്ഞു മുറുക്കി. ഇനി മുതൽ നീ എന്റെ സേവകനാണ്, എന്റെ കുട്ടി, എന്റെ ആജ്ഞകൾ മാത്രം അനുസരിക്കുന്നവൻ. ഭൈരവൻ ആ പീഠം തന്റെ കൈകളിലെടുത്തു. അദ്ഭുതം! അതുവരെ ആകാശത്തോളം ഉയർന്ന ആ ഭീമാകാരമായ ശക്തി ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെ ആ മാന്ത്രികന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഭൈരവന്റെ ജീവിതം മാറി മറിഞ്ഞു. അയാൾ തന്റെ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി. നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് അയാൾ പോയി. നിങ്ങൾക്ക് ശത്രുക്കളെ ഇല്ലാതാക്കണോ? അയാൾ ഒരു രാജാവിനോട് ചോദിച്ചു. രാജാവ് സംശയത്തോടെ നോക്കി. ഭൈരവൻ തന്റെ കയ്യിലെ ഭാണ്ഡം തുറന്ന് ആ ചെറിയ പീഠം പുറത്തു വെച്ചെന്നിട്ട് കൽപ്പിച്ചു, ചാത്ത, ഈ രാജാവിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ ആയുധപ്പുര ഇന്ന് രാത്രി കത്തിച്ചാമ്പലാകണം. ആ പീഠത്തിൽ നിന്ന് ആർക്കും കാണാൻ കഴിയാത്ത ഒരു നിഴൽ വേർപെട്ടു. അത് കാറ്റിനെ പോലെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. അടുത്ത ദിവസം രാവിലെ അയൽരാജ്യത്തെ ആയുധപ്പുരയിൽ ഇടിമിന്നലേറ്റ് തീപിടിച്ച വാർത്തയെത്തി. രാജാവ് ഭയത്തോടും അത്ഭുതത്തോടും കൂടി ഭൈരവനെ വണങ്ങി. അയാൾക്ക് പൊന്നും പണവും വാരിക്കോരി നൽകി. ഭൈരവന്റെ പ്രശസ്തി നാടെങ്ങും പടർന്നു. നിങ്ങൾക്ക് കടലിനടിയിലെ നിധി വേണോ? അയാൾ ഒരു ധനികനായ വ്യാപാരിയോട് ചോദിച്ചു. അന്ന് രാത്രി ചാത്തൻ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി മുത്തുകളും പവിഴങ്ങളും കൊണ്ടുവന്ന് ഭൈരവന്റെ കാൽക്കൽ വെച്ചു. നിങ്ങൾക്ക് ഇന്നയാളെ ഭ്രാന്തനാക്കണോ? നിങ്ങളുടെ കൃഷി നശിപ്പിച്ചവനെ പാഠം പഠിപ്പിക്കണോ? ഭൈരവൻ ആവശ്യപ്പെടുന്നതെന്തും ആ പീഠത്തിൽ ബന്ധിതനായ ചാത്തൻ ചെയ്യാൻ നിർബന്ധിതനായി.
ഓരോ തവണയും ഓരോ ദുഷ്ടകൃത്യം ചെയ്യുമ്പോഴും ചാത്തന്റെ ആത്മാവ് വേദനിച്ചു. അവൻ ജനിച്ചത് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാനാണ്, പാവങ്ങളെ രക്ഷിക്കാനാണ്. പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യന്റെ മോഹങ്ങൾക്കും അത്യാഗ്രഹത്തിനും വേണ്ടി അവൻ സ്വന്തം ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കേണ്ടി വന്നു. അവന്റെ ഉള്ളിലെ ദൈവികമായ അംശം, മഹാദേവന്റെ കോപം അവനെ മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചു. പക്ഷേ അവന് കഴിഞ്ഞില്ല. കാളിയുടെ സ്നേഹം ഓർമ്മിപ്പിച്ചൊരുക്കിയ ആ മോഹനക്കെട്ട് അത്ര ശക്തമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ചാത്തൻ ആ പീഠത്തിൽ തളയ്ക്കപ്പെട്ടു. ഭൈരവൻ സമ്പന്നനും അതിശക്തനുമായി മാറി. പക്ഷേ ചാത്തൻ പൂർണ്ണമായും തോറ്റിരുന്നില്ല. അവന്റെ ഉള്ളിലെ ആ കുട്ടിത്തം, ആ വികൃതി അതിടയ്ക്കിടെ പുറത്തു വരാൻ തുടങ്ങി. ഭൈരവൻ ഒരു പ്രധാനപ്പെട്ട മന്ത്രവാദം നടത്തുമ്പോൾ ചാത്തൻ സ്ഥാനങ്ങൾ മാറ്റിവെക്കും. ഭൈരവന്റെ വസ്ത്രങ്ങളിൽ അറിയാതെ തീപ്പൊരി വീഴ്ത്തും. ഭൈരവൻ കൽപ്പിക്കും, അവന്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഉടയ്ക്കണം. ചാത്തൻ പാത്രങ്ങളെല്ലാം ഉടയ്ക്കും. പക്ഷെ അതോടൊപ്പം ആ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കാണാൻ വേണ്ടി രഹസ്യമായി കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അവിടെ നിക്ഷേപിക്കും. ഭൈരവൻ പറയും, അവന്റെ പശുവിനെ ഇല്ലാതാക്കണം. ചാത്തൻ പശുവിനെ കൊല്ലാതെ അതിനെ ദൂരെയുള്ളൊരു കാട്ടിൽ കൊണ്ടുപോയി വിടും. അവൻ തന്റെ യജമാനനെ അനുസരിച്ചു. പക്ഷെ അവന്റെ ഉള്ളിലെ നന്മയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഭൈരവന് കഴിഞ്ഞില്ല. അവൻ തന്റെ യജമാനൻ അറിയാതെ തന്റേതായ രീതിയിൽ നീതി നടപ്പാക്കാൻ തുടങ്ങി. ഈ വികൃതികളും യജമാനനെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവവുമാണ് പിന്നീട് കുട്ടിച്ചാത്തൻ എന്ന പേരിന് ഉറപ്പിച്ചത്. യജമാനനെ അനുസരിക്കുന്ന, എന്നാൽ എപ്പോഴും വികൃതികൾ കാട്ടുന്ന ഒരു കുട്ടി. ഭൈരവൻ ഇത് മനസ്സിലായി. തന്റെ അടിമ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലല്ല എന്ന്. ഇതവനെ കൂടുതൽ ക്രൂരനാക്കി. അവൻ ചാത്തനെ കൂടുതൽ ശക്തമായി ബന്ധിക്കാൻ പുതിയ മന്ത്രങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ യജമാനനും അടിമയും തമ്മിലുള്ള കാണാത്ത ഒരു യുദ്ധം ആ മൺകുടിലിൽ ആരംഭിച്ചു. ചാത്തന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിശബ്ദമായ പോരാട്ടം. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഭൈരവൻ എന്ന മഹാമാന്ത്രികൻ ഇപ്പോൾ വൃദ്ധനായി തുടങ്ങിയിരുന്നു. അയാളുടെ ജടപിടിച്ച മുടി നരച്ചു. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. പ്രായം കൂടുന്തോറും അയാളുടെ ഉള്ളിലെ ഭയവും വർദ്ധിച്ചു. അയാൾക്ക് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അറിയാമായിരുന്നു: ഞാൻ ഒരു ദിവസം മരിക്കും എന്ന്. ആ ചിന്ത അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഞാൻ മരിച്ചാൽ എന്റെ ഈ ശക്തിക്ക് എന്ത് സംഭവിക്കും? എന്നെ ബന്ധിച്ചിരിക്കുന്ന ഈ മോഹനക്കെട്ട് എന്റെ മരണത്തോടെ ഇല്ലാതാകുമോ? ചാത്തൻ എന്ന ഈ ശക്തി സ്വതന്ത്രനാകുമോ? അത് ഓർക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. താൻ ഇത്രയും കാലം കൊണ്ട് നേടിയ സമ്പത്തും പ്രശസ്തിയും അധികാരവും എല്ലാം തന്നോടൊപ്പം മണ്ണടിമോ? അതിലുപരി ചാത്തൻ സ്വതന്ത്രനായാൽ അവൻ തന്നെ വെറുതെ വിടുമോ? മരണത്തിനപ്പുറവും അവൻ എന്നെ വേട്ടയാടില്ലേ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഭൈരവൻ തീരുമാനിച്ചു. എന്റെ മരണശേഷവും ഈ ശക്തി എന്റെ നിയന്ത്രണത്തിലായിരിക്കണം, അല്ലെങ്കിൽ എന്റെ പരമ്പരയുടെ നിയന്ത്രണത്തിൽ. അയാൾ തന്റെ പഴയ താളിയോല ഗ്രന്ഥങ്ങൾ വീണ്ടും തുറന്നു. അതിൽ ആരും ഉപയോഗിക്കാൻ ധൈര്യപ്പെടാത്ത ഏറ്റവും ഇരുണ്ട മന്ത്രവാദങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു. ആത്മബന്ധനം സ്വന്തം ആത്മാവിനെ മറ്റൊരു വസ്തുവിലേക്ക് മാറ്റുന്ന വിദ്യയല്ല, മറിച്ച് താൻ ബന്ധിച്ച മറ്റൊരു ശക്തിയുടെ ആത്മാവിനെ ജീവനില്ലാത്ത ഒരു വസ്തുവിലേക്ക് നിരന്തരമായി തളയ്ക്കുന്ന വിദ്യ. അതുവരെ ചാത്തൻ ബന്ധിക്കപ്പെട്ടിരുന്നത് ആ മോഹനപീഠത്തിലായിരുന്നു. പക്ഷേ ആ പീഠം പോലും ഭൈരവന്റെ ജീവനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഭൈരവൻ മരിച്ചാൽ ആ പീഠത്തിന്റെ ശക്തി കുറഞ്ഞേക്കാം. അതുകൊണ്ട് ഭൈരവൻ പുതിയ ഒന്നിനെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അടുത്ത അമാവാസി ദിവസം ഭൈരവൻ തന്റെ ആശ്രമത്തിലെ രഹസ്യ നിലവറ തുറന്നു. അയാൾ 7 ശ്മശാനങ്ങളിൽ നിന്നുള്ള മണ്ണെടുത്തു. മനുഷ്യന്റെ തലയോട്ടി പൊടിച്ചുണ്ടാക്കിയ ഭസ്മം അതിൽ ചേർത്തു. തന്റെ സ്വന്തം രക്തം അതിൽ കലർത്തി. അതുകൊണ്ട് അയാൾ ഒരു ചെറിയ രൂപമുണ്ടാക്കി. അത് ചാത്തന്റെ രൂപമായിരുന്നില്ല. അത് ഭയപ്പെടുത്തുന്ന വിചിത്രമായ ഒരു ചെറിയ പ്രതിമയായിരുന്നു. കണ്ണുകൾക്കു പകരം 2 ചുവന്ന കല്ലുകൾ അത് പതിപ്പിച്ചു. എന്നിട്ട് അയാൾ ആ മോഹനപീഠം അതിനടുത്തേക്ക് കൊണ്ടുവന്നു. അർദ്ധരാത്രിയായപ്പോൾ ഭൈരവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ മന്ത്രവാദം ആരംഭിച്ചു. അവൻ ആ പീഠത്തിലിരിക്കുന്ന ചാത്തനോട് കൽപ്പിച്ചു: ചാത്ത, നിന്റെ ശക്തി, നിന്റെ ആത്മാവ്, നീ ഇനി മുതൽ ഈ പീഠത്തിലല്ല ഇരിക്കേണ്ടത്. ഈ രൂപത്തിലേക്ക് നീ പ്രവേശിക്കണം. എന്നേക്കുമായി. ചാത്തന്റെ ചുവന്ന കണ്ണുകൾ ഭയത്താൽ വിടർന്നു. അവന് കാര്യം മനസ്സിലായി. ഇതൊരു കെണിയാണ്. ഈ ജീവനില്ലാത്ത പ്രതിമയിലേക്ക് താൻ മാറിയാൽ പിന്നെ തനിക്കൊരു മോചനമുണ്ടാകില്ല. ഭൈരവൻ മരിച്ചാലും ഈ പ്രതിമ നശിപ്പിക്കപ്പെടുന്നതുവരെ താൻ അതിൽ തളയ്ക്കപ്പെടും. ആദ്യമായി ചാത്തൻ തന്റെ യജമാനനെ ധിക്കരിച്ചു. ഇല്ല, അവന്റെ ശബ്ദമില്ലാത്ത അലർച്ച ആ കുടിലിനെ വിറപ്പിച്ചു. അവൻ ആ പീഠത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്റെ സർവശക്തിയും ഉപയോഗിച്ചു. കെട്ടിടത്തിന്റെ മേൽക്കൂര ഇളകി വീകാൻ തുടങ്ങി. പുറത്ത് കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ഭൈരവൻ അട്ടഹസിച്ചു. നീ എതിർക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ നീ മറന്നോ? നിന്നെ ബന്ധിച്ചത് സ്നേഹം കൊണ്ടാണ്. ഭൈരവൻ തന്റെ മന്ത്രം മാറ്റി. അയാൾ വീണ്ടും ആ പഴയ ഈണം പാടാൻ തുടങ്ങി. കാളി പാടിയിരുന്ന അതേ പാട്ട്
ചാത്തന്റെ ശക്തി കുറഞ്ഞു. അവന്റെ ഉള്ളിലെ കോപം സങ്കടത്തിന് വഴിമാറി. അവൻ വീണ്ടും ആ പീഠത്തിൽ തളർന്നിരുന്നു. അതെ, അങ്ങനെ ഇനി ഈ രൂപത്തിലേക്ക്. ഭൈരവൻ തന്റെ അവസാന മന്ത്രം ഉച്ചരിച്ചു. ആ മോഹന പീഠത്തിൽ നിന്ന് ഒരു കറുത്ത നിഴൽ പോലെ ഒരു ശക്തി ഇളകി വന്നു. അത് ആ മുറിയിൽ ചുറ്റിത്തിരിഞ്ഞു. അത് മോചിതനാകാൻ ശ്രമിച്ചു. പക്ഷേ ഭൈരവന്റെ മന്ത്രങ്ങൾ അതിനെ ആ ചെറിയ ഭയാനകമായ പ്രതിമയിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഒരു വലിയ ഇടിമിന്നൽ ആ കുടിലിന് മുകളിൽ പതിച്ചു. എല്ലാം നിശ്ചലമായി. ആ മോഹനപീഠം പൊട്ടിത്തകർന്ന് ചിതറിപ്പോയിരുന്നു. അത് വെറും മണ്ണും ലോഹവുമായി മാറി. അതിന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിനടുത്ത് ആ ചെറിയ കറുത്ത പ്രതിമ, അതിന്റെ കണ്ണുകളായി വെച്ചിരുന്ന ആ ചുവന്ന കല്ലുകൾ ഇപ്പോൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചാത്തന്റെ അതേ ചുവന്ന കണ്ണുകൾ. ഭൈരവന്റെ ശരീരം തളർന്നിരുന്നു. ഈ മന്ത്രവാദത്തിന് അവന്റെ പകുതി ജീവനെടുത്തിരുന്നു. പക്ഷേ അവൻ ചിരിച്ചു, വിജയിയുടെ ചിരി. അവൻ ആ പ്രതിമയെ കയ്യിലെടുത്തു. ഇപ്പോൾ നീ എന്റേതാണ്, എന്റെ മരണശേഷവും എന്റെ പരമ്പരയുടെ എന്നേക്കും. അവൻ ആ പ്രതിമയെ ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞ് തന്റെ നിലവറയിൽ ഒരു ഇരുണ്ട അറയ്ക്കുള്ളിൽ കൂട്ടിവെച്ചു. അന്നു മുതലാണ് ചാത്തന്റെ ശക്തിയെ ചെറിയ രൂപങ്ങളിൽ, പ്രതിമകളിൽ ആവാഹിച്ച് തളയ്ക്കുന്ന രീതി ആരംഭിച്ചത്. ചാത്തന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന വാതിലും അതോടെ അടഞ്ഞുപോയി. ആ ഭയാനകമായ മന്ത്രവാദത്തിന് ശേഷം ഭൈരവൻ തളർന്നുപോയിരുന്നു. അവന്റെ ശരീരത്തിലെ ജീവശക്തിയെല്ലാം ആ കറുത്ത പ്രതിമയിലേക്ക് ഊർന്നുപോയതുപോലെ തോന്നി. ദിവസങ്ങളോളം അവൻ ആ കുടിലിൽ അനങ്ങാൻ പോലും ആവാതെ കിടന്നു. അവന്റെ കണ്ണുകൾ മാത്രം ആ നിലവറയുടെ വാതിലിലേക്ക് നോക്കിയിരുന്നു. അവന് തന്റെ മരണം അടുത്തുവെന്ന് മനസ്സിലായി. ഇല്ല, മരിക്കുന്നതിന് മുമ്പ് എന്റെ രഹസ്യം അത് കൈമാറണം. അയാൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങളായി അയാളെ സേവിച്ചിരുന്ന, അയാളുടെ ദുഷ്ടവിദ്യകളെല്ലാം കണ്ടുപഠിച്ച ഒരു ശിഷ്യൻ അവനുണ്ടായിരുന്നു. ക്രൂരൻ എന്നായിരുന്നു അവന്റെ പേര്. പേരുപോലെ തന്നെ ക്രൂരനും അത്യാഗ്രഹവുമായിരുന്നു അവൻ. അവസാന ശ്വാസം വലിച്ചെടുത്ത് ഭൈരവൻ ക്രൂരനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ക്രൂര! അവന്റെ ശബ്ദം നേർത്തിരുന്നു. എന്റെ സമയം കഴിഞ്ഞു. പക്ഷേ എന്റെ ശക്തി അത് ഇവിടെ അവസാനിക്കുന്നില്ല. അവൻ വിറയ്ക്കുന്ന കൈകൊണ്ട് ആ നിലവറയിലേക്ക് ചൂണ്ടി. അവിടെ ആ ഇരുണ്ട അറയ്ക്കുള്ളിൽ എന്റെ ജീവിതത്തിന്റെ സമ്പാദ്യമുണ്ട്. ഒരു ശക്തി. ഇനി മുതൽ അത് നിനക്ക് സ്വന്തം. ക്രൂരന്റെ കണ്ണുകൾ അത്യാഗ്രഹത്താൽ തിളങ്ങി. അവൻ ഓടിച്ചെന്ന് ആ നിലവറ തുറന്നു. അവിടെ ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞ ആ ചെറിയ കറുത്ത പ്രതിമ അവൻ കണ്ടു. അതിന്റെ ചുവന്ന കണ്ണുകൾ ഇരുട്ടിലും ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താണ് ഗുരു? അവൻ സംശയത്തോടെ ചോദിച്ചു. അതാണ് ചാത്തൻ, ഭൈരവൻ ചുമച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ എന്നേക്കുമായി ഈ രൂപത്തിൽ തളച്ചു. ഇനി അവന് മോചനമില്ല. ഭൈരവൻ ക്രൂരന് ആ പ്രതിമയെ നിയന്ത്രിക്കാനുള്ള മന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു. അത് സ്നേഹത്തിന്റെ പഴയ മന്ത്രങ്ങളായിരുന്നില്ല, മറിച്ച് ഭയത്തിന്റെയും വേദനയുടെയും ഇരുട്ടിന്റെയും മന്ത്രങ്ങളായിരുന്നു. ഈ മന്ത്രങ്ങൾ അത് നമ്മുടെ പരമ്പരയ്ക്ക് മാത്രം സ്വന്തം. ഭൈരവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനെ ആരാധിക്കരുത്, ഇതിനെ ഭയക്കണം. ഇതിനെ ഭയപ്പെടുത്തി ഭരിക്കണം. ഓർത്തുവെക്കുക, ഇതിനെ അനുസരിപ്പിച്ചില്ലെങ്കിൽ ഇത് നിന്നെ തന്നെ ഇല്ലാതാക്കും. അത്രയും പറഞ്ഞ് മഹാമാന്ത്രികൻ ഭൈരവൻ തന്റെ കണ്ണുകൾ അടച്ചു. അവന്റെ ക്രൂരമായ ജീവിതത്തിന് തിരശീല വീണു. ഭൈരവൻ മരിച്ച നിമിഷം ആ കുടിലിൽ കൊടുങ്കാറ്റാഞ്ഞു വീശി. ആ ചെറിയ പ്രതിമ അറയ്ക്കുള്ളിൽ കിടന്ന് അതിശക്തമായി വിറയ്ക്കാൻ തുടങ്ങി. അതിൽ നിന്നൊരു അലർച്ച പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ബന്ധനമഴിഞ്ഞോ? ചാത്തൻ സ്വതന്ത്രനാവുകയാണോ? ക്രൂരൻ ഒരു നിമിഷം ഭയന്നുപോയി. പക്ഷെ അവന്റെ അത്യാഗ്രഹം ഭയത്തെ കീഴടക്കി. അവൻ ആ പ്രതിമയെ കയ്യിലെടുത്തു. എന്നിട്ട് ഭൈരവൻ പഠിപ്പിച്ച ആ കറുത്ത മന്ത്രം ആദ്യമായി ഉച്ചരിച്ചു. പെട്ടെന്ന് എല്ലാം ശാന്തമായി. കൊടുങ്കാറ്റ് നിന്നു. പ്രതിമയുടെ വിറയിൽ നിന്നു. ആ ചുവന്ന കണ്ണുകളിലെ തീ അണഞ്ഞതുപോലെ തോന്നി. ക്രൂരൻ ചിരിച്ചു. അപ്പോൾ ഇത് സത്യമാണ്. ഈ മഹാശക്തി ഇപ്പോൾ എന്റെ അടിമയാണ്. അവൻ ആ പ്രതിമയെ തന്റെ ഭാണ്ഡത്തിൽ വെച്ചു. ഭൈരവന്റെ കുടിലുപേക്ഷിച്ച് അവൻ ലോകത്തേക്ക് ഇറങ്ങി. അങ്ങനെ ചാത്തന്റെ അടിമത്തത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഭൈരവനേക്കാൾ ക്രൂരനായിരുന്നു ക്രൂരൻ. അവന് പാപങ്ങളോട് ദയുണ്ടായിരുന്നില്ല. അവൻ പണത്തിനു വേണ്ടി എന്തും ചെയ്തു. ആ പ്രതിമയെ ഉപയോഗിച്ച് അവൻ വീടുകൾ കൊള്ളയടിച്ചു. നിരപരാധികളെ രോഗികളാക്കി, എതിർത്തവരെ നിശബ്ദരാക്കി. ഓരോ തവണയും ആ ചെറിയ പ്രതിമയിൽ നിന്ന് ഒരു നിഴൽ രൂപം പുറത്തേക്ക് വരും. അതിന് പഴയ ചാത്തന്റെ ഭീമാകാരമായ രൂപമോ ശക്തിയോ ഉണ്ടായിരുന്നില്ല. അതൊരു ചെറിയ കുട്ടിയുടെ രൂപം പോലെയായിരുന്നു. ആ പ്രതിമ അതിന്റെ ശരീരവും മന്ത്രങ്ങൾ അതിന്റെ ചങ്ങലയുമായിരുന്നു. പക്ഷേ ചാത്തന്റെ ഉള്ളിലെ നന്മ പൂർണ്ണമായും മരിച്ചിരുന്നില്ല. ക്രൂരൻ ഉറങ്ങുമ്പോൾ ചാത്തൻ തന്റെ യജമാനനെ ശല്യം ചെയ്യാൻ തുടങ്ങി. ക്രൂരന്റെ ഭക്ഷണം അവൻ നിലത്ത് മറിച്ചിടും. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിക്കും. ക്രൂരൻ ഒരു ദുഷ്ടകൃത്യം ചെയ്യാൻ പോകുമ്പോൾ ചാത്തൻ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും. അവൻ പൂർണ്ണമായും ഒരു അടിമയായിരുന്നു. പക്ഷേ ആ അടിമത്തത്തിനുള്ളിലും അവൻ തന്റെ വികൃതികളിലൂടെ തന്റെ യജമാനനോട് പോരാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ
ചാത്തന്റെ കഥ ലോകമെങ്ങും പരക്കാൻ തുടങ്ങി. ഒരു യജമാനന്റെ ആജ്ഞ അനുസരിക്കുന്ന എന്നാൽ വികൃതിയായ ഒരു കുട്ടി ദൈവത്തിന്റെ കഥ. പണവും സമ്പത്തും കൊണ്ടുവരുന്ന എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ യജമാനനെ തന്നെ ഉപദ്രവിക്കുന്ന കുട്ടിച്ചാത്തന്റെ കഥകൾ. ആ കറുത്ത പ്രതിമ കൂരന്റെ കയ്യിൽ നിന്നും അവന്റെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓരോ തലമുറയും ആ മന്ത്രങ്ങൾ പഠിച്ചു. ഓരോ തലമുറയും ആ ശക്തിയെ ദുരുപയോഗം ചെയ്തു. ചാത്തൻ എന്ന ആ കാട്ടുദൈവം ആ ചെറിയ പ്രതിമയ്ക്കുള്ളിൽ തന്റെ മോചനത്തിനായി നൂറ്റാണ്ടുകളോളം കാത്തിരിപ്പ് തുടർന്നു. കാലം ഒരു പുഴ പോലെ ഒഴുകിപ്പോകെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. കൂരന്റെ പരമ്പര തങ്ങളുടെ ദുർമന്ത്രവാദത്തിന്റെ ഫലമായി സമ്പന്നരും എന്നാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുമായി മാറി. അവർ നദീതീരത്തൊരു വലിയ മഠം പണിതു. പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്ത ഒരു ഇരുണ്ട ഭവനം. ആ ഭവനത്തിലെ ഏറ്റവും രഹസ്യമായ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അറയുണ്ടായിരുന്നു. കരിനാഗത്തറ എന്നായിരുന്നു അവരതിനെ വിളിച്ചിരുന്നത്. ആ മുറിക്കുള്ളിൽ കരിങ്കല്ലിൽ തീർത്ത ഒരു പീഠത്തിൽ പട്ടുതുണികളാൽ മൂടപ്പെട്ട് ആ പഴയ പ്രതിമയിരുന്നു. കൂരന്റെ പരമ്പരയിലെ ഓരോ തലമുറയും തങ്ങളുടെ 18-ാം വയസ്സിൽ ആ മുറിയിൽ പ്രവേശിക്കും. തങ്ങളുടെ പൂർവികർ കൈമാറ്റിയ ആ കറുത്ത മന്ത്രങ്ങൾ അവർ പഠിക്കും. ആ പ്രതിമയെ നിയന്ത്രിക്കാനുള്ള വിദ്യ അവർ സ്വന്തമാക്കും. പക്ഷെ കാലം ചെല്ലുന്തോറും ആ പരമ്പരയുടെ ശക്തി കുറഞ്ഞു വന്നു. ഭൈരവനും കൂരനും അറിയാമായിരുന്ന യഥാർത്ഥ മന്ത്രവിദ്യയുടെ ഒരംശം പോലും പുതിയ തലമുറയ്ക്ക് അറിയില്ലായിരുന്നു. അവർക്ക് ആ പ്രതിമയെ ഭയപ്പെടുത്തി ഭരിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവർ ആ ശക്തിയെ ഉപയോഗിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നു. അയൽപക്കത്തെ തെങ്ങിലെ തേങ്ങ മോഷ്ടിക്കാൻ, തങ്ങളെ കളിയാക്കിയവരുടെ ഉറക്കം കെടുത്താൻ, ചെറിയ അസുഖങ്ങൾ നൽകാൻ. അവരുടെ മോഹങ്ങൾ ചെറുതായപ്പോൾ അവർ ചാത്തനെ ഉപയോഗിച്ചതും ചെറിയ കാര്യങ്ങൾക്കായിരുന്നു. ഇത് ചാത്തന്റെ അവസ്ഥയെ കൂടുതൽ മോശമാക്കി. മഹാശക്തിയുള്ള ഒരു സിംഹത്തെ ഒരു ചെറിയ മരക്കൂടിനുള്ളിൽ അടച്ച് അതിനെക്കൊണ്ട് എലികളെ പിടിക്കുന്നതിന് തുല്യമായിരുന്നു അത്. ഓരോ ദിവസവും ആ പ്രതിമയ്ക്കുള്ളിൽ അവന്റെ ആത്മാവ് നീറി. താൻ ആരായിരുന്നു എന്നത് അവൻ മറന്നു തുടങ്ങിയിരുന്നു. താൻ മഹാദേവന്റെയും പഞ്ചമിയുടെയും മകനാണെന്ന സത്യം, താൻ കാടിന്റെ അധിപനായിരുന്നു എന്ന ഓർമ്മ എല്ലാം അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. അവന്റെ മനസ്സിൽ ആകെ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കുട്ടിച്ചാത്തൻ. യജമാനന്മാർ കൽപ്പിക്കുമ്പോൾ മാത്രം ഉണരുന്ന, അവർക്ക് വേണ്ടി വികൃതി കാട്ടുന്ന ഒരു അടിമ. ആ കറുത്ത പ്രതിമയുടെ തടവറയിൽ അവന്റെ ദൈവികമായ അംശം ഒരു കെടാറായ കനൽ പോലെ മങ്ങിക്കിടന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ മഠത്തിലേക്ക് ദേവി എന്നൊരു പെൺകുട്ടി ജോലിക്ക് വരുന്നത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടി. ലോകത്ത് മറ്റാരുമില്ലാത്തതുകൊണ്ട് മാത്രം ആ ഭയപ്പെടുത്തുന്ന മഠത്തിൽ അടുക്കള പണിക്കായി എത്തിയതായിരുന്നു അവൾ. മഠത്തിൽ മറ്റുള്ളവരെല്ലാം എപ്പോഴും ദേഷ്യത്തിലും ഭയത്തിലുമായിരുന്നു. പ്രത്യേകിച്ച് ആ വീട്ടിന്റെ കാരണവൻ കേശവൻ മൂത്താൻ, കൂരന്റെ പരമ്പരയിലെ അപ്പോഴത്തെ കണ്ണി, ക്രൂരനും എന്നാൽ കഴിവ് കുറഞ്ഞുമായ ഒരു മന്ത്രവാദി. അയാൾ എപ്പോഴും ആ കരിനാഗത്തറയുടെ വാതിൽക്കൽ പോയി മന്ത്രങ്ങൾ ജപിക്കുന്നത് ദേവി ദൂരെ നിന്ന് കാണാറുണ്ട്. ആരും ആ വാതിലിനടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം രാത്രി മഠത്തിൽ വലിയൊരു വഴക്ക് നടന്നു. കേശവൻ മൂത്താന്റെ മകൻ അച്ഛനോട് സ്വത്തിനെ ചൊല്ലി വഴക്കിടുകയായിരുന്നു. ദേഷ്യം മൂത്ത കേശവൻ മകനെ എന്തോ ചെയ്യാൻ വേണ്ടി ആ കരിനാഗത്തറയിലേക്ക് ഓടി. പേടിച്ചുപോയ ദേവി അടുക്കളയുടെ ഒരു മൂലയിൽ ഒളിച്ചിരുന്നു. അന്ന് രാത്രി അവൾക്കൊരു സ്വപ്നമുണ്ടായി. ഒരു ചെറിയ കുട്ടി, തീപ്പൊരി പോലെ ചുവന്ന കണ്ണുകളുള്ള ഒരു ചെറിയ കറുത്ത കുട്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ കെട്ടിയിടപ്പെട്ട് കരയുകയാണ്. എനിക്ക് വിശക്കുന്നു, ആ കുട്ടി അവളോട് പറയുന്നത് പോലെ തോന്നി. ദേവി ഞെട്ടി ഉണർന്നു. അവളുടെ പാപം മനസ്സിന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. അവൾ കരുതി ആ മഠത്തിൽ എവിടെയോ ഒരു കുട്ടി വിശന്നിരിക്കുന്നുണ്ടാകുമെന്ന്. അടുത്ത ദിവസം അവൾ തനിക്ക് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു ചെറിയ ഉരുള ചോറ് മാറ്റിവെച്ചു. ആരും കാണാതെ രാത്രിയുടെ ഇരുട്ടിൽ അവൾ ആ കരിനാഗത്തറയുടെ വാതിലിനടുത്തേക്ക് നടന്നു. അവൾക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ കരയുന്ന മുഖം അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. അവൾ ആ ഭയപ്പെടുത്തുന്ന വാതിലിന്റെ പടിയിൽ ആ ചോറ്റുരുള വെച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ആരാണെങ്കിലും വിശക്കരുത്, ഇത് കഴിച്ചോളൂ. അവൾ വേഗം അവിടെ നിന്ന് ഓടി മറഞ്ഞു. അകത്ത് ആ കറുത്ത പ്രതിമയ്ക്കുള്ളിൽ നൂറ്റാണ്ടുകളായി മരവിച്ചു കിടന്നിരുന്ന ആ ചൈതന്യം ചെറുതായി ഒന്നിളകി. ആദ്യമായി നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരെങ്കിലും അവനോട് കൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവന് സ്നേഹത്തോടെ ഭക്ഷണം നീട്ടിയിരിക്കുന്നു. ആ പ്രതിമയുടെ ചുവന്ന കണ്ണുകൾ ഒരു നിമിഷം ചെറുതായി തിളങ്ങി. 1000 വർഷത്തെ അടിമത്തത്തിന്റെ ഇരുട്ടിലേക്ക് ഒരു ചെറിയ മെഴുകുതിരി നാളം പോലെ സ്നേഹത്തിന്റെ ഒരു കൊച്ചു വെളിച്ചം കടന്നു വന്നിരിക്കുന്നു. അടുത്ത ദിവസവും ദേവി തന്റെ പതിവ് തുടർന്നു. അവൾ തനിക്ക് കിട്ടിയ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് ആരും കാണാതെ ആ കരിനാഗത്തറയുടെ വാതിൽക്കൽ വയ്ക്കും. ഇന്നും വിശന്നിരിക്കണ്ട, അവൾ പതുക്കെ പറയും. ദിവസങ്ങൾ കടന്നുപോയി. ദേവിക്ക് അതൊരു ശീലമായി. അവൾക്ക് ആ മുറിക്കുള്ളിൽ എന്താണെന്നോ ആരാണെന്നോ അറിയില്ലായിരുന്നു. പക്ഷേ തന്റെ സ്വപ്നത്തിൽ വന്ന ആ കരയുന്ന കുട്ടിയുടെ രൂപം അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അവൾ വെക്കുന്ന ആ ചോറ്റുരുളകൾ പിറ്റേ ദിവസം അവിടെ കാണാറില്ലായിരുന്നു. അത് കാറ്റത്തോ അല്ലെങ്കിൽ വല്ല എലിയോ തിന്നുന്നതായിരിക്കുമെന്ന് അവൾ കരുതി. പക്ഷേ ആ മുറിക്കുള്ളിൽ
ആ കറുത്ത പ്രതിമയ്ക്കുള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഓരോ ദിവസവും ആ ചോറ്റുരുള അവിടെ എത്തുമ്പോൾ അതിലെ അന്നത്തിന്റെ കണികയല്ല, മറിച്ച് ദേവിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ അംശമാണ് ചാത്തൻ വലിച്ചെടുത്തിരുന്നത്. ഭൈരവൻ അവനെ ബന്ധിച്ചത് കാളിയുടെ സ്നേഹത്തെ കറുത്ത മന്ത്രവാദവുമായി കൂട്ടിക്കലർത്തിയായിരുന്നു. അതൊരു കെണിയായിരുന്നു. എന്നാൽ ഇത് നിഷ്കളങ്കമായ, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹമായിരുന്നു. നൂറ്റാണ്ടുകളായി അവനെ ബന്ധിച്ചിരുന്ന ആ ഇരുണ്ട മന്ത്രത്തിന്റെ ചങ്ങലകൾ ഈ സ്നേഹത്തിന് മുന്നിൽ പതിയെ അഴിയാൻ തുടങ്ങി. അവന്റെ ഉള്ളിൽ ആ കെടാറായ കനൽ പതിയെ ആളിക്കത്താൻ ആരംഭിച്ചു. താൻ ആരാണെന്നുള്ള ഓർമ്മകൾ അവന് തിരിച്ചു കിട്ടിയില്ല. പക്ഷേ താൻ വെറുമൊരു അടിമയല്ല എന്ന ബോധം അവന് തിരികെ കിട്ടി തുടങ്ങി. അവന്റെ ശക്തി പതിയെ ഉണർന്നു. ആ മാറ്റങ്ങൾ ആദ്യം അറിഞ്ഞത് മഠത്തിലെ കാരണവനായ കേശവൻ മൂത്താനായിരുന്നു. അയാളുടെ മന്ത്രങ്ങൾ ഇപ്പോൾ പഴയതുപോലെ ഫലിക്കുന്നില്ല. അയാൾ കുട്ടിച്ചാത്തനോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നടക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. ചിലപ്പോൾ നടക്കുന്നതേയില്ല. എന്താണ് സംഭവിക്കുന്നത്? അയാൾക്ക് ദേഷ്യവും ഭയവും തോന്നി. ഈ ശക്തി എന്നെ ധിക്കരിക്കാൻ പഠിച്ചോ? അയാൾ തന്റെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ക്രൂരമായ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കരിനാഗത്തറയ്ക്കുള്ളിൽ ചാത്തനെ വേദനിപ്പിക്കാനുള്ള മന്ത്രങ്ങൾ. ഓരോ തവണ അയാൾ മന്ത്രം ജപിക്കുമ്പോഴും ആ പ്രതിമയ്ക്കുള്ളിൽ ചാത്തൻ വേദന കൊണ്ട് പുളയും. പക്ഷെ അന്ന് രാത്രി ദേവി കൊണ്ടുവയ്ക്കുന്ന ആ ഒരുള്ള ചോറ് അതവന്റെ വേദനകളെല്ലാം മായ്ച്ചു കളയും. ആ സ്നേഹം അവന് പുതിയ ശക്തി നൽകും. കേശവൻ മൂത്താനും ചാത്തനും തമ്മിലുള്ള ഒരു നിശബ്ദ യുദ്ധം ആ മഠത്തിൽ ആരംഭിച്ചു. യജമാനൻ മന്ത്രങ്ങൾ കൊണ്ട് അവനെ തളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ദേവിയുടെ സ്നേഹം അവന് മോചനം നൽകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കേശവൻ മൂത്താന് തന്റെ അയൽക്കാരനോട് കലശലായ ദേഷ്യം തോന്നി. അയാളുടെ കന്നുകാലികളെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ കരിനാഗത്തറ തുറന്ന് ആ പ്രതിമയുടെ മുന്നിൽ തന്റെ രക്തം വീഴ്ത്തി കൽപ്പിച്ചു, പോയി അവയെ കൊല്ലൂ ഇപ്പോൾ. അന്ന് രാത്രി ചാത്തൻ ആ പ്രതിമയിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു ചെറിയ കറുത്ത നിഴൽ രൂപം. അവൻ ആ അയൽക്കാരന്റെ തൊഴുത്തിനടുത്തേക്ക് പോയി. പക്ഷേ അവൻ ആ പശുക്കളെ ഒന്നും ചെയ്തില്ല. പകരം അവൻ കേശവൻ മൂത്താന്റെ സ്വന്തം തൊഴുത്തിലേക്കാണ് പോയത്. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല പശുവിനെ അവൻ അഴിച്ചുവിട്ടു. അത് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്റെ പശുവിനെ കാണാനില്ലെന്നറിഞ്ഞ കേശവൻ മൂത്താൻ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി. ഇല്ല, ഇതെന്നോടുള്ള കളിയാണ്. അവൻ എന്നെ ധിക്കരിച്ചിരിക്കുന്നു. അവന് കാര്യം മനസ്സിലായി. ശക്തി കൈവിട്ടു പോവുകയാണ്. അവന്റെ ഭയം ദേഷ്യത്തിന് വഴിമാറി. ഇതിന് പിന്നിൽ ആരാണെന്ന് അവൻ അറിയണമായിരുന്നു. അന്ന് രാത്രി അവൻ ആ കരിനാഗത്തറച്ച് സമീപം ഒളിച്ചിരുന്നു, തന്റെ ശക്തിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കാണാൻ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവനത് കണ്ടു. അടുക്കളക്കാരിയായ ആ പാവം പെൺകുട്ടി ദേവി. അവൾ ഭയന്നു വിറച്ചുകൊണ്ട് ആ വാതിൽക്കൽ വരുന്നു. എന്നിട്ട് ഒരുള്ള ചോറ് വെച്ച് പ്രാർത്ഥിക്കുന്നു, ആരാണെങ്കിലും സമാധാനമായിരിക്കണേ. കേശവൻ മൂത്താന്റെ കണ്ണുകൾ ക്രൂരതയാൽ ജ്വലിച്ചു. അപ്പോ ഇവളാണ് എന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അവൻ ഇരുട്ടിൽ നിന്ന് അവളുടെ മുന്നിലേക്ക് ചാടി വീണു. നിനക്കിത്ര ധൈര്യമോ? എന്റെ കുലദൈവത്തെ അശുദ്ധമാക്കാൻ വന്നതാണല്ലേ നീ? ദേവി ഭയന്ന് നിലവിളിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണു. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ആർക്കോ വിശക്കുന്നുവെന്ന് കരുതി. വിശക്കുന്നുവോ? അവൻ അട്ടഹസിച്ചു. നിന്റെ ഈ സ്നേഹം കൊണ്ടാണ് അവൻ എന്നെ ധിക്കരിക്കാൻ പഠിച്ചത്. ഇതിന് നീ മറുപടി പറയണം. അവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ആ കരിനാഗത്തറയുടെ വാതിൽ തുറന്നു. അവളെ അവൻ ആ ഇരുട്ടറയിലേക്ക് തള്ളി. കിടക്കവിടെ. അവന്റെ വിശപ്പ് നീ തന്നെ തീർക്ക്. അവൻ ആ ഭീമാകാരമായ വാതിൽ പുറത്തുനിന്ന് അടച്ചു. ദേവി ആ ഇരുട്ടുമുറിയിൽ ആ കറുത്ത പ്രതിമയുടെ മുന്നിൽ ഭയന്ന് വിറച്ച് തനിച്ചായി. അവന്റെ വിശപ്പ് നീ തന്നെ തീർക്ക് എന്നലറിക്കൊണ്ട് അയാൾ ആ ഭീമാകാരമായ വാതിൽ പുറത്തുനിന്ന് അടച്ചു. ആ ഇരുട്ടുമുറിയിൽ ആ കറുത്ത പ്രതിമയുടെ മുന്നിൽ ദേവി എന്ന പാവം പെൺകുട്ടി ഭയന്ന് വിറച്ച് തനിച്ചായി. ഇനി അതിന്റെ തുടർച്ച കേൾക്കാം. ആ മുറിയിൽ കൂരാക്കൂരിരുട്ടായിരുന്നു. പുറത്തുനിന്നുള്ള ഒരു വെളിച്ചം പോലും അകത്തേക്ക് കടന്നിരുന്നില്ല. ദേവി കണ്ണു തുറന്നാലും അടച്ചാലും ഒരുപോലെ. അവളുടെ ശരീരം ഭയം കൊണ്ട് മരവിക്കുന്നത് പോലെ തോന്നി. പുറത്ത് കേശവൻ മൂത്താന്റെ ക്രൂരമായ ചിരിയും വാതിൽ തഴുതിട്ട് പൊട്ടുന്നതിന്റെ ഭയങ്കരമായ ശബ്ദവും അവൾ കേട്ടു. എന്നെ പുറത്തുവിടൂ. അവൾ വാതിലിൽ തട്ടി നിലവിളിച്ചു. കിടക്കവിടെ. നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ എല്ല് പോലും ബാക്കിയുണ്ടാവില്ല. അവന്റെ ശബ്ദം അകന്നുപോയി. മുറിയിൽ വീണ്ടും നിശബ്ദത പരന്നു. ദേവി വാതിലിൽ ചാരി നിന്ന് ഏങ്ങിക്കരയാൻ തുടങ്ങി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ മുറിയിൽ എന്തോ നിന്റെ സാന്നിധ്യം അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. തന്റെ സ്വപ്നത്തിൽ കണ്ട ആ കുട്ടി അല്ല, മറിച്ച് അതിനേക്കാൾ ഭീകരമായ എന്തോ ഒന്ന്. അവൾ പതുക്കെ ഭിത്തിയിലൂടെ നിരങ്ങി മുറിയുടെ ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നു. അവൾ തന്റെ മുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി. അപ്പോഴാണ് അവൾ അത് കണ്ടത്. ആ ഇരുട്ടിൽ 2 ചുവന്ന പൊട്ടുകൾ. അവളുടെ നേരെ മുന്നിൽ മുറിയുടെ നടുവിലായി ആ കറുത്ത പ്രതിമയുടെ കണ്ണുകൾ ജ്വലിക്കുകയാണ്. അവളുടെ കരച്ചിൽ നിമിഷനേരം കൊണ്ട് നിലച്ചു. ഭയം അവളുടെ ശബ്ദത്തെ ഇല്ലാതാക്കി. ആ കണ്ണുകൾ, അതിൽ ക്രൂരതയാണോ ദേഷ്യമാണോ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു.
അവൾക്കറിയാം താൻ മരിക്കാൻ പോവുകയാണെന്ന്. സമയം ഇഴഞ്ഞു നീങ്ങി. ദേവി അനങ്ങാതെ ആ മൂലയിലിരുന്നു. ആ ചുവന്ന കണ്ണുകൾ അനങ്ങാതെ അവളെയും നോക്കിയിരുന്നു. അകത്ത് ആ പ്രതിമയ്ക്കുള്ളിൽ ചാത്തന്റെ ആത്മാവ് കൊടുങ്കാറ്റ് പോലെ ഇളകി മറിയുകയായിരുന്നു. അവന് ദേഷ്യമുണ്ടായിരുന്നു തൻ്റെ യജമാനനോട്, തന്നെ 1000 വർഷം തളച്ചിട്ട ഈ ലോകത്തോട്. പക്ഷേ അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ പെൺകുട്ടി, അവൾ അവനെ വേദനിപ്പിച്ചില്ല. അവൾ അവനോടൊന്നും ആവശ്യപ്പെട്ടില്ല. അവൾ അവന് ഭക്ഷണം നൽകി, സ്നേഹം നൽകി. അവൻ്റെ ഉള്ളിൽ അടിമയായ കുട്ടിച്ചാത്തൻ അവനോട് പറഞ്ഞു, യജമാനൻ കൽപ്പിച്ചു, അവളെ ഇല്ലാതാക്കൂ. എന്നാൽ ആ കനലിൽ നിന്ന് ഉണർന്നുകൊണ്ടിരുന്ന അവൻ്റെ യഥാർത്ഥ ആത്മാവ്, കാടിൻ്റെ അധിപൻ, അവനോട് പറഞ്ഞു, അവൾ നിനക്ക് മോചനം തന്നവളാണ്, അവളെ സംരക്ഷിക്കൂ. അവൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ ചുവന്ന വെളിച്ചം കൂടി വന്നു. അത് ദേഷ്യം കൊണ്ടായിരുന്നില്ല, അത് അവൻ്റെ ഉള്ളിലെ ശക്തിയുടെ പ്രകടനമായിരുന്നു. ആ വെളിച്ചത്തിൽ ദേവി ആ മുറി അവ്യക്തമായി കണ്ടു. നടുവിലൊരു പീഠം, അതിൽ ഭയപ്പെടുത്തുന്ന ആ കറുത്ത പ്രതിമ. പക്ഷേ ആ പ്രതിമ അനങ്ങുന്നില്ല. അത് അവളെ ഉപദ്രവിക്കാൻ വരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ദേവിയുടെ ഭയം പതുക്കെ മാറിത്തുടങ്ങി. പകരം വല്ലാത്തൊരു സങ്കടം അവളുടെ മനസ്സിൽ നിളഞ്ഞു. ഈ ഭയപ്പെടുത്തുന്ന രൂപത്തിനുള്ളിലാണോ തൻ്റെ സ്വപ്നത്തിൽ കരിഞ്ഞിരുന്ന ആ കുട്ടിയുള്ളത്? ഇത്രയും കാലം ഈ ഇരുട്ടുമുറിയിൽ ഇവൻ തനിച്ചായിരുന്നോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് ഭയം കൊണ്ടായിരുന്നില്ല, ദയ കൊണ്ടായിരുന്നു. അവൾ പതുക്കെ ആ മൂലയിലിരുന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നിനക്ക് ചോറ് തന്നത് നിനക്ക് വിശന്നിട്ടാണെന്ന് കരുതിയിട്ട. എന്നോട് ദേഷ്യപ്പെടല്ലേ. ആ വാക്കുകൾ ചെന്ന് വീണത് ആ പ്രതിമയുടെ കല്ലിലായിരുന്നില്ല, മറിച്ച് 1000 വർഷമായി മുറിവേറ്റ് കിടന്ന ചാത്തന്റെ ആത്മാവിലായിരുന്നു. കാളിക്ക് ശേഷം ആദ്യമായി ഒരു മനുഷ്യൻ അവനോട് ദയകോടെ സംസാരിച്ചിരിക്കുന്നു. പെട്ടെന്ന് ആ മുറിയിലെ തണുപ്പ് കുറയുന്നത് പോലെ ദേവിക്ക് തോന്നി. ആ ചുവന്ന കണ്ണുകളിലെ ക്രൂരമായ തിളക്കം കുറഞ്ഞു. അത് ഒരു നേരിയ വെളിച്ചം മാത്രമായി. രാത്രി മുഴുവൻ അവൾ അവിടെയിരുന്നു. ഒടുവിൽ കരഞ്ഞു തളർന്ന് അവൾ ആ തണുത്ത തറയിൽ മയങ്ങിപ്പോയി. അവൾ ഉറങ്ങുമ്പോൾ ആ കറുത്ത പ്രതിമയിൽ നിന്ന് ഒരു ചെറിയ നിഴൽ രൂപം വേർപെട്ടുപോയി. അതിഴഞ്ഞ് തറയിലൂടെ നീങ്ങി ഉറങ്ങിക്കിടക്കുന്ന ദേവിയുടെ അടുത്ത് വന്നു നിന്നു. അത് അവളെ ഉപദ്രവിച്ചില്ല. അത് തൻ്റെ യജമാനന്റെ ആജ്ഞയെ ധിക്കരിച്ചിരിക്കുന്നു. ആ നിഴൽ ആ പാവം പെൺകുട്ടിക്ക് കാവൽ നിൽക്കുന്നത് പോലെ നേരം വെളുക്കുവോളം അവളുടെ അരികിൽ നിന്നു. തടവറയ്ക്കുള്ളിൽ തന്റെ അടിമ ആദ്യമായി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്തിരിക്കുന്നു. പുലരിയുടെ ആദ്യ വെളിച്ചം മഠത്തിലെ മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തി. കരിനാഗത്തറയുടെ പുറത്ത് കാലച്ചകൾ കേട്ടുതുടങ്ങി. കേശവൻ മൂത്താൻ വരികയാണ്. അയാളുടെ മുഖത്ത് ഒരു ക്രൂരമായ ചിരിയുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ആ പെൺകുട്ടിയുടെ അലർച്ച കേൾക്കാത്തതിൽ അയാൾക്ക് അത്ഭുതം തോന്നി. ചിലപ്പോൾ ശബ്ദമുണ്ടാക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അയാൾ മനസ്സിൽ കരുതി. ആ മുറി തുറക്കുമ്പോൾ കാണാൻ പോകുന്ന ഭീകരമായ കാഴ്ചയോർപ്പ് അയാൾ ഉള്ളിൽ ആസ്വദിക്കുകയായിരുന്നു. അയാൾ ആ ഭീമാകാരമായ തഴുതു വലിച്ചു മാറ്റി വാതിൽ തള്ളി തുറന്നു. പഴകിയ വിജാഗിരികളുടെ ഞരങ്ങുന്ന ശബ്ദത്തോടെ ആ വാതിൽ തുറന്നു. സൂര്യവെളിച്ചം ആ ഇരുട്ടുമുറിയുടെ തറയിലേക്ക് ഒരു വര പോലെ വീണു. ആ വെളിച്ചത്തിൽ കേശവൻ മൂത്താൻ അത് കണ്ടു. അയാൾ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നുപോയി. മുറിയുടെ ഒരു മൂലയിൽ ദേവി, അവൾ ഭയന്ന് ചുരുണ്ടുകൂടിയിരിക്കുന്നു. അവൾ ജീവനോടെയുണ്ട്. അവൾ അയാളെ കണ്ടതും ഭയം കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഭിത്തിയോട് കൂടുതൽ ചേർന്നൊട്ടി. നീ എങ്ങനെ? അയാളുടെ ശബ്ദം പുറത്തു വന്നില്ല. അയാൾ മുറിയുടെ നടുവിലേക്ക് നോക്കി. ആ കറുത്ത പ്രതിമ, അത് പീഠത്തിൽ തന്നെയുണ്ട്, ഒരനക്കവുമില്ല. പക്ഷെ അതിന്റെ ചുവന്ന കണ്ണുകൾ, അതിലെ തിളക്കം കുറഞ്ഞിട്ടില്ല. അത് അയാളെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്. അവൻ എന്നെ ധിക്കരിച്ചു. അയാളുടെ രക്തം ദേഷ്യം കൊണ്ട് തിളച്ചു മറിഞ്ഞു. 1000 വർഷമായി തന്റെ കുടുംബം അടക്കി ഭരിച്ച ഒരു ശക്തി ഈ പാവം പെൺകുട്ടി കാരണം തന്നെ കൈവിട്ടിരിക്കുന്നു. നിന്നെ അവൻ തൊട്ടില്ലെങ്കിൽ ആ കുറവ് ഞാൻ തീർക്കാം. കേശവൻ മൂത്താൻ ദേവിയുടെ നേരെ ചീറിയെടുത്തു. എന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ വന്നവളെ, നിന്നെ ഞാൻ... അയാൾ അവളെ പിടിക്കാൻ കൈനീട്ടിയതും അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. അയാൾ തുറന്നുവെച്ച ആ ഭീമാകാരമായ വാതിൽ ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ തനിയെ അടഞ്ഞു. മുറി വീണ്ടും കൂരാക്കൂരിരുട്ടിലായി. കേശവൻ മൂത്താൻ സ്തംഭിച്ചുപോയി. വാതിലിന് കാറ്റടിക്കാൻ മാത്രം ഒരു ജനൽ പോലുമില്ല ആ മുറിയിൽ. ആരാണ്? അയാളുടെ ശബ്ദം ആദ്യമായി വിറച്ചു. പെട്ടെന്ന് ആ ഇരുട്ടിൽ 2 ചുവന്ന കണ്ണുകൾ വീണ്ടും ജ്വലിച്ചു. അതോടൊപ്പം ആ മുറിയിൽ മറ്റൊരു ശബ്ദം കൂടി മുഴങ്ങി. അതൊരലർച്ചയോ ഗർജനമോ ആയിരുന്നില്ല. അതൊരു കുട്ടിയുടെ ചിരിയായിരുന്നു. 1000 വർഷമായി ഉള്ളിലടക്കി വെച്ച ദേഷ്യവും സങ്കടവും വികൃതിയും എല്ലാം കലർന്ന ഒരു ചിരി അത് ആ മുറിയിൽ മുഴങ്ങി. അത് കേശവൻ മൂത്താന്റെ അടിമയായ കുട്ടിച്ചാത്തന്റെ ശബ്ദമായിരുന്നില്ല. അത് ഉണർന്നെഴുന്നേറ്റ കാടിന്റെ അധിപനായ മഹാദേവന്റെ പുത്രന്റെ ചാത്തന്റെ ചിരിയായിരുന്നു. കേശവൻ മൂത്താൻ ഭയന്ന് തറയിൽ വീണുപോയി. അയാൾ വാതിലിന്റെ അടുത്തേക്ക് നിരങ്ങി നീങ്ങാൻ ശ്രമിച്ചു. അയാൾക്ക് മനസ്സിലായി, താൻ ഇനി യജമാനനല്ല, താൻ ഈ മുറിയിൽ തന്റെ അടിമയുടെ കൂടെ അകപ്പെട്ടു പോയിരിക്കുന്നു. ആ മുറിയിൽ കേശവൻ മൂത്താന്റെ ഭയം നിറഞ്ഞ ശ്വാസം മാത്രം മുഴങ്ങിക്കേട്ടു. ആ കുട്ടിയുടെ ചിരി അത് ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. അതയാളെ പരിഹസിക്കുകയായിരുന്നു. തുറക്ക്,
വാതിൽ തുറക്കാൻ അയാൾ ഭ്രാന്തമായി അലറി. അയാൾ തന്റെ സർവ്വശക്തിയും എടുത്ത് ആ ഭീമാകാരമായ വാതിലിൽ ഇടിക്കാൻ തുടങ്ങി. പക്ഷേ 1000 വർഷം പഴക്കമുള്ള ആ തടി ഒരിഞ്ച് അനങ്ങിയില്ല. സഹായിക്കൂ, ആരെങ്കിലും! അയാളുടെ അലർച്ച ആ മുറിക്കുള്ളിൽ തന്നെ ഒടുങ്ങി. പുറം ലോകം അത് കേട്ടില്ല. അയാൾ ഭിത്തിയിലൂടെ നിരങ്ങി തറയിലിരുന്നു. അയാൾ തന്റെ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. തന്നെ രക്ഷിക്കാൻ തന്റെ പൂർവികർ പഠിപ്പിച്ച ഓരോ മന്ത്രങ്ങളും അയാൾ ഉരുവിട്ടു. അയാളുടെ ശബ്ദം പതറി. ചിരി വീണ്ടും മുഴങ്ങി. ഇത്തവണ അത് അയാളുടെ തൊട്ടടുത്താണ് കേട്ടത്. ആ മന്ത്രങ്ങളൊന്നും ഇനി ഫലിക്കില്ല മൂത്താനെ. ഒരു കുട്ടിയുടെ ശബ്ദം. അത് ആ പ്രതിമയിൽ നിന്നല്ല വരുന്നത്. അത് വായുവിൽ, ഇരുട്ടിൽ എവിടെ നിന്നോ വരുന്നു. കേശവൻ മൂത്താൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആരാണ്? ആ ശബ്ദം മറുപടി പറഞ്ഞു. നിങ്ങൾ 1000 വർഷം പൂട്ടിയിട്ടവൻ. പെട്ടെന്ന് ആ കറുത്ത പ്രതിമയുടെ ചുവന്ന കണ്ണുകൾ അണഞ്ഞു. മുറിയിൽ സമ്പൂർണമായ ഇരുട്ട് പരന്നു. വെളിച്ചം, എനിക്ക് വെളിച്ചം വേണം! കേശവൻ മൂത്താൻ അലറി. വെളിച്ചം എന്തിനാണ്? ആ ശബ്ദം വീണ്ടും ചിരിച്ചു. ഇരുട്ടല്ലേ നിങ്ങളുടെ ശക്തി? നിങ്ങൾ ഇരുട്ടിലല്ലേ എന്നെ ആരാധിച്ചത്? ഇതാ, നിങ്ങൾക്ക് ഇരുട്ട് തരാം. അപ്പോഴാണ് കേശവൻ മൂത്താൻ അത് അനുഭവിച്ചത്. ആ മുറിയിലെ ഇരുട്ടിന് കനം വയ്ക്കുന്നത് പോലെ അതൊരു കറുത്ത പുക പോലെ അയാളെ വന്ന് മൂടാൻ തുടങ്ങി. അത് ചാത്തന്റെ നിഴലായിരുന്നു. കഴിഞ്ഞ രാത്രി ദേവിക്ക് കാവൽ നിന്ന ആ ചെറിയ നിഴൽ ഇപ്പോഴത് ആ മുറി നിറയുന്നത്രയും വലുതായിരിക്കുന്നു. കേശവൻ മൂത്താൻ ഭയന്ന് അലറിക്കൊണ്ട് മുറിയുടെ മറ്റൊരു മൂലയിലേക്ക് ഓടി. അവിടെയാണ് ദേവി ഭയന്ന് വിറച്ചിരിക്കുന്നത്. അയാൾ ദേവിയെ ഒരു പരിശ പോലെ പിടിക്കാൻ നോക്കി. പക്ഷേ ആ നിഴൽ അയാളെ മാത്രം ലക്ഷ്യം വെച്ചു. അത് ദേവിയെ തൊട്ടതേയില്ല. ആ കറുത്ത പുക അയാളെ വലയം ചെയ്തു. അയാൾക്ക് ശ്വാസം കിട്ടാതെയായി. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ നിന്റെ യജമാനനാണ്, അയാൾ യാചിച്ചു. യജമാനനോ? ആ നിഴലിൽ നിന്ന് ആയിരക്കണക്കിന് ചെറിയ കുട്ടികളുടെ ചിരി ഒന്നിച്ചു മുഴങ്ങുന്നത് പോലെ തോന്നി. നീ എന്റെ യജമാനനല്ല, നീ എന്റെ തടവുകാരനാണ്. നീയും നിന്റെ അച്ഛനും അയാളുടെ അച്ഛനും, നിങ്ങളെല്ലാവരും എന്റെ തടവുകാരായിരുന്നു. നിങ്ങൾ എന്നെ പൂട്ടിയിട്ടു എന്ന് കരുതി, പക്ഷെ ഞാൻ നിങ്ങളെയും ഇവിടെ പൂട്ടിയിടുകയായിരുന്നു. ആ വാക്കുകൾ കേശവൻ മൂത്താൻ മനസ്സിലായില്ല. അപ്പോൾ ആ നിഴൽ അയാളെ തൊട്ടു. അതൊരു തണുത്ത സ്പർശനമായിരുന്നു. ആ നിമിഷം കേശവൻ മൂത്താന്റെ ജീവിതം ഒരു സ്വപ്നം പോലെ പുറകോട്ട് പോയി. അയാൾ ആജ്ഞാപിച്ചു കൊന്നുകളഞ്ഞ ആളുകളുടെ മുഖങ്ങൾ, അയാൾ ദ്രോഹിച്ച പാവങ്ങൾ, അയാൾ വേദനയിൽ ആനന്ദം കണ്ടെത്തിയ ഓരോ നിമിഷവും, അതെല്ലാം ഒരേ നിമിഷം അയാൾ വീണ്ടും അനുഭവിച്ചു. അതിനേക്കാൾ ഭീകരമായി മറ്റൊന്ന് സംഭവിച്ചു. 1000 വർഷമായി ചാത്തൻ അനുഭവിച്ച ഏകാന്തത, ആ വേദന, ആ ഇരുട്ട്, അതിന്റെ ഒരു ചെറിയ അംശം, ആ നിഴൽ കേശവൻ മൂത്താന്റെ ആത്മാവിലേക്ക് പകർന്നു. ഒറ്റ നിമിഷം കൊണ്ട് അയാളുടെ മനസ്സ് തകർന്നു. അയാളുടെ അലർച്ച പോലും പുറത്തു വന്നില്ല. അയാളുടെ ശരീരം ഒരു ഭാരമില്ലാത്ത തൂവൽ പോലെ ആ ഇരുട്ടിൽ പൊങ്ങി. എന്നിട്ട് സാവധാനം തറയിലേക്ക് വീണു. അയാളുടെ കണ്ണുകൾ തുറന്നിരുന്നു. പക്ഷെ അതിൽ ജീവനുണ്ടായിരുന്നില്ല. ഭയം അതിൽ തണുത്തുറഞ്ഞിരുന്നു. മുറിയിൽ വീണ്ടും നിശബ്ദത പരന്നു. ആ കറുത്ത നിഴൽ, ആ പുക, അത് സാവധാനം ചുരുങ്ങാൻ തുടങ്ങി. അത് വീണ്ടും ആ കറുത്ത പ്രതിമയുടെ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞു കയറി. മുറിയിൽ ഭയന്നു മരിക്കാറായ ദേവിയും കേശവൻ മൂത്താന്റെ ജീവനില്ലാത്ത ശരീരവും മാത്രം ബാക്കിയായി. ദേവി ശ്വാസമെടുക്കാൻ പോലും മറന്ന് ആ കാഴ്ച കണ്ടിരുന്നു. അപ്പോൾ നേരിയൊരു ശബ്ദം. ആ ഭീമാകാരമായ വാതിലിന്റെ തഴുത് തനിയെ തുറന്നിരിക്കുന്നു. വാതിൽ പതുക്കെ 1 ഇഞ്ച് തുറന്നു. പുലർകാലത്തെ വെളിച്ചത്തിന്റെ ഒരു നേരിയ കീറ് ആ മുറിയിലേക്ക് വന്നു. ദേവിക്ക് മനസ്സിലായി, അവൾക്ക് പോകാം. അവൾ തന്റെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് ആ തറയിലൂടെ നിരങ്ങി വാതിലിന്റെ അടുത്തേക്ക് നീങ്ങി. അവൾ ആ വാതിൽ തള്ളി തുറന്നു. പുറത്തെ ശുദ്ധമായ വായു ശ്വസിച്ച് അവൾ നിലത്തേക്ക് വീണു. അവൾ ആ മഠത്തിൽ നിന്ന് ഓടി, ജീവനും കൊണ്ട് ഓടി. അവൾ ഓടുമ്പോൾ തന്റെ പിന്നിൽ ആ കരിനാഗത്തറയിൽ നിന്നൊരു നേരിയ ശബ്ദം അവൾ കേട്ടു. അതൊരു കുട്ടിയുടെ ശബ്ദമായിരുന്നു. പോകല്ലേ! അവൾ പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. അവൾ ഓട്ടവും നിർത്തിയില്ല. ദേവി ഓടുകയായിരുന്നു. അവളുടെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. പുലർകാലത്തെ മങ്ങിയ വെളിച്ചത്തിൽ വഴിയെന്നോ കാടെന്നോ നോക്കാതെ അവൾ ഓടി. അവളുടെ ശ്വാസകോശം പൊട്ടിപ്പോകുമെന്ന് തോന്നി. പക്ഷെ അവൾ നിർത്തിയില്ല. അവളുടെ മനസ്സിൽ ആ മുറിയായിരുന്നു. ആ കറുത്ത പ്രതിമ, ആ ചുവന്ന കണ്ണുകൾ, കേശവൻ മൂത്താന്റെ ഭയം തണുത്തുറഞ്ഞ മുഖം, പിന്നെ ആ കുട്ടിയുടെ ചിരിയും, അതിനേക്കാൾ ഭയപ്പെടുത്തിയ ആ നിഴലും. ആ മഠം എത്രത്തോളം പിന്നിലാകുന്നുവോ അത്രയും തനിക്ക് നല്ലതാണെന്ന് മാത്രം അവൾക്കറിയാമായിരുന്നു. അവൾ ഓടിയോടി തന്റെ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തി. അവിടെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ അവളുടെ ചെറിയ പുല്ലുമേഞ്ഞ കുടിലുണ്ടായിരുന്നു. അവൾ അതിനകത്തേക്ക് ഓടിക്കയറി വാതിൽ കൊട്ടിയടച്ചു. അവൾ ആ വാതിലിൽ ചാരി നിന്ന് കിതച്ചു. പിന്നെ തറയിലേക്ക് ഊർന്നിറങ്ങി. അവിടെ ഇരുന്ന് അവൾ ഭ്രാന്തമായി കരയാൻ തുടങ്ങി. താൻ കണ്ടതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നുവെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. അന്ന് പകൽ മുഴുവൻ അവൾ ആ കുടിലിന്റെ മൂലയിൽ ഭയന്നിരുന്നു. അവൾക്ക് പനിക്കുന്നത് പോലെ തോന്നി. ഓരോ നിഴൽ അനങ്ങുമ്പോഴും അവൾ ഞെട്ടിവിറച്ചു. അവൾ ഒരു കാര്യം ഉറപ്പിച്ചു, താൻ കണ്ട കാര്യങ്ങൾ, ആ മഠത്തിൽ സംഭവിച്ചത് ഒരക്ഷരം പോലും അവൾ പുറത്തു പറയില്ല. ആരെങ്കിലും അറിഞ്ഞാൽ ഒന്നുകിൽ അവർ തന്നെ ഭ്രാന്തി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആ ശക്തി തന്നെ തേടി വരും. ദേവി ആ ഭീകരമായ രഹസ്യം തന്റെ നെഞ്ചിനുള്ളിൽ കുഴിച്ചുമൂടി. അതേസമയം
ആ വലിയ മഠത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നിട്ടും യജമാനനായ കേശവൻ മൂത്താനെ പുറത്ത് കണ്ടില്ല. അടുക്കളയിലും തൊഴുത്തിലും ജോലിക്കാർ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. കേശവൻ മൂത്താൻ എവിടെ? നേരം ഇത്രയായിട്ടും എഴുന്നേറ്റില്ലേ? ആ കരിനാഗത്തറയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. ആ പെണ്ണിനെ അകത്താക്കിയത് മുതൽ ആർക്കും അങ്ങോട്ട് പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ ഉച്ചയോടടുത്തു. കേശവൻ മൂത്താന്റെ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥൻ കുറച്ചാളുകളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അവർ ഭയത്തോടെയാണ് ആ ഇടനാഴിയിലൂടെ നടന്നത്. കരിനാഗത്തറയുടെ വാതിൽ അത് ചാരിയിട്ടിരിക്കുന്നു. അവരെല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ആ വാതിൽ പുറത്തുനിന്ന് തഴുത്തിട്ടതായിരുന്നല്ലോ. മൂത്താനേ, കാര്യസ്ഥൻ ഭയത്തോടെ വിളിച്ചു. മറുപടിയില്ല. അയാൾ തന്റെ കൂടെയുള്ളവരെ നോക്കി. അവരെല്ലാവരും കൂടി ആ ഭീമൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് പകൽ വെളിച്ചത്തിലും ആ മുറിയിൽ ഒരു തരം മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു. മുറിയുടെ ഒരു മൂലയിൽ കേശവൻ മൂത്താൻ മലർന്നടിക്ക് കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ തുറന്നിരിപ്പുണ്ട്. അതിൽ ഈ ലോകത്തിലെ മുഴുവൻ ഭയവും തളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നി. അയാളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. ആളുകൾ അലറിക്കരഞ്ഞു. ആ പെണ്ണെവിടെ? ദേവി. അവർ മുറി മുഴുവൻ നോക്കി. അവൾ അവിടെയില്ല. അവൾ മൂത്താനെ കൊന്ന് ഓടിപ്പോയതായിരിക്കും, ഒരാൾ പറഞ്ഞു. അസംബന്ധം, കാര്യസ്ഥൻ പറഞ്ഞു. ആ പെണ്ണിന് ഈ ഭീമൻ വാതിൽ തുറക്കാൻ കഴിയില്ല. മാത്രമല്ല, മൂത്താന്റെ മുഖം കണ്ടില്ലേ? ഇതൊരു മനുഷ്യൻ ചെയ്തതല്ല. അവർക്കെല്ലാം കാര്യം മനസ്സിലായി. അകത്തുള്ള ശക്തി അത് ഇളകി. ആ നിമിഷം ആ മഠത്തിൽ ഒരു കൂട്ട നിലവിളി ഉയർന്നു. ജോലിക്കാരും ബന്ധുക്കളും കിട്ടിയതെല്ലാം എടുത്ത് ആ മഠം വിട്ട് ഓടാൻ തുടങ്ങി. അവർ കേശവൻ മൂത്താന്റെ ശരീരം പോലും പുറത്തെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. അവർ ഓടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. ആ കരിനാഗത്തറയുടെ വാതിൽ അവർ പുറത്തുനിന്ന് വീണ്ടും കുട്ടിയടച്ചു. ഇത്തവണ ഏറ്റവും വലിയ തഴുതിട്ട് അവർ അത് പൂട്ടി. അവർക്ക് ചാത്തനെ പൂട്ടിയിടാനായിരുന്നില്ല അത്. മറിച്ച് ആ മുറിക്കുള്ളിലെ ഭയത്തെയും മരണത്തെയും പുറംലോകത്തേക്ക് വരാതെ തടയാൻ വേണ്ടിയായിരുന്നു. അന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ആ വലിയ മഠം ആളനക്കമില്ലാതെ വിജനമായി. അടച്ചുപൂട്ടിയ ആ ഇരുട്ടുമുറിക്കുള്ളിൽ കറുത്ത പ്രതിമയിൽ ചാത്തൻ വീണ്ടും തനിച്ചായി. അവൻ തന്റെ യജമാനനെ കൊന്നു. അവൻ മോചിതനായി. പക്ഷേ അവന്റെ മോചനം അവന് സ്വാതന്ത്ര്യം നൽകിയില്ല. അവൻ ആ ഇരുട്ടുമുറിയിൽ വീണ്ടും ഒരു തടവുകാരനായി. 1000 വർഷത്തെ ഏകാന്തതയേക്കാൾ ഭീകരമായ ഏകാന്തത അവനെ വന്നു മൂടി. കാരണം ഇപ്പോൾ അവന് സ്നേഹത്തിന്റെ രുചി അറിയാമായിരുന്നു. ദേവി നൽകിയ ആ ഒരു പിടി ചോറിന്റെ രുചി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അവന് കഴിയുമായിരുന്നില്ല. ആ പ്രതിമ അവനെ ബന്ധിച്ചിരുന്നു. അവന്റെ അവസാനത്തെ പ്രതീക്ഷയും പോയി. അവൾ ഓടിപ്പോയി. ആ പ്രതിമയുടെ ചുവന്ന കണ്ണുകൾ വീണ്ടും അണഞ്ഞു. കരിനാഗത്തറ വീണ്ടും നിശബ്ദമായി. ദിവസങ്ങൾ ആഴ്ചകളായി. ആഴ്ചകൾ മാസങ്ങളായി. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ ചെറിയ കുടിലിൽ ദേവി ജീവിച്ചു. അവൾ തന്റെ പഴയ ജോലികൾ ചെയ്യാൻ ശ്രമിച്ചു. വെള്ളം കോരി, വിറക് പെറുക്കി. പക്ഷേ അവളുടെ മനസ്സ് അവിടെയൊന്നുമായിരുന്നില്ല. അവൾ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ആരെങ്കിലും അവളോട് ചിരിച്ചാൽ അവൾ ഭയന്ന് പിൻവാങ്ങി. ആ മഠത്തിൽ സംഭവിച്ച ഭീകര രഹസ്യം തന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്നവൾ ഭയന്നു. പകൽ സമയങ്ങളിൽ അവൾ എങ്ങനെയോ കഴിച്ചുകൂട്ടി. പക്ഷേ രാത്രികൾ ഭയാനകമായിരുന്നു. ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും അവൾ ആ ഇരുട്ടുമുറി കാണും. കേശവൻ മൂത്താന്റെ ഭയം തണുത്തുറഞ്ഞ മുഖം, ആ കറുത്ത നിഴൽ. എല്ലാറ്റിനും ഉപരിയായി ഒരു ശബ്ദം അവളെ വേട്ടയാടി. അവൾ ആ മഠത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ പിന്നിൽ നിന്ന് കേട്ട ആ നേരിയ കുട്ടിയുടെ ശബ്ദം. പോകല്ലേ. എന്തിനാണ് അവൻ അങ്ങനെ പറഞ്ഞത്? അവളെ രക്ഷിച്ചത് അവനല്ലേ? യജമാനനെ കൊന്ന് വാതിൽ തുറന്നു തന്നത് അവനല്ലേ? എന്നിട്ട് പോകല്ലേ എന്ന് പറഞ്ഞത് എന്തിന്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ ഭയത്തോടൊപ്പം മറ്റൊരു വികാരം കൂടി വളർന്നു, കുറ്റബോധം. തന്നെ രക്ഷിച്ച ആ ശക്തിയെ, അത് എന്തു തന്നെയായാലും അതിനെ ആ ഇരുട്ടിൽ തനിച്ചാണോ താൻ ഓടിപ്പോന്നത്? അവൾക്ക് അറിഞ്ഞിരുന്നില്ല. അവൾക്ക് അറിയാൻ ഒട്ടും ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ജീവിച്ചാൽ മാത്രം മതിയായിരുന്നു. അതേസമയം ആ കുന്നിൻ മുകളിലെ ആ വലിയ മഠം, അത് പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങി. ആളുകൾ അതിനെ പ്രേതമഠം എന്ന് വിളിക്കാൻ തുടങ്ങി. പകൽ സമയത്ത് പോലും ആരും ആ വഴിക്ക് പോകാതായി. കാറ്റും മഴയും വന്ന് അതിന്റെ ഓടുകൾ ഇളക്കി. ചുമരുകളിൽ കാട്ടുചെടികൾ പടർന്നു കയറി. ആ മഠം അതിനുള്ളിലെ ഭീകരമായ രഹസ്യവും പേറി പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിന്നു. അതിന്റെ ഹൃദയഭാഗത്ത് ആ കരിനാഗത്തറ അതുമാത്രം ഒരു മാറ്റവുമില്ലാതെ നിന്നു. പുറത്തുനിന്ന് പൂട്ടിയ ആ വാതിലിന് ഒരു ഇളക്കവും തട്ടിയില്ല. അതിനുള്ളിൽ ആ കറുത്ത പ്രതിമയിൽ ചാത്തനിരുന്നു. അവന്റെ കാതുകളിൽ ദേവിയുടെ ഓട്ടത്തിന്റെ ശബ്ദം അപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ ആ ഒരു പിടി ചോറിന്റെ ഓർമ്മയുണ്ടായിരുന്നു. 1000 വർഷത്തെ തന്റെ ജീവിതത്തിൽ തന്റെ അമ്മയെയും അച്ഛനെയും ഒഴിച്ചു നിർത്തിയാൽ തനിക്ക് നേരെ നീണ്ട ഒരേ ഒരു സ്നേഹത്തിന്റെ ഓർമ്മ. അവൾ പോയി. അവളും തന്നെ ഉപേക്ഷിച്ചു. അവന്റെ ഉള്ളിൽ വളർന്നു വന്ന ആ ചെറിയ പ്രതീക്ഷയുടെ നാളം, അത് അണഞ്ഞുപോയിരുന്നു. അവന്റെ സങ്കടം പതിയെ മറ്റൊന്നായി രൂപം മാറി. അതൊരു തരം തണുത്ത ദേഷ്യമായിരുന്നു. കേശവൻ മൂത്താനോടോ ആ മന്ത്രവാദിയോടോ തോന്നിയ ദേഷ്യമല്ല. ഈ ലോകത്തോട് മുഴുവൻ തന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നറിഞ്ഞ ഒരു കുട്ടിയുടെ വാശിയും ദേഷ്യവുമായിരുന്നു അത്. തന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് അവന് മനസ്സിലായി. തന്നെ സ്നേഹിച്ചവൾ പോലും തന്നെ ഭയന്നാണ് ഓടിയത്. അവൻ ആ ഇരുട്ടിൽ കാത്തിരുന്നു. എന്തിനാണെന്ന് അവനറിയില്ല. പക്ഷേ അവൻ കാത്തിരുന്നു. ആ കറുത്ത പ്രതിമയുടെ അണഞ്ഞുപോയ കണ്ണുകൾ, അതിനുള്ളിൽ ആരും കാണാതെ
ഒരു ചുവന്ന കനൽ മാത്രം എരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു നാൾ ആരെങ്കിലും ആ വാതിൽ തുറക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അത് ദേവിയായിരിക്കില്ല, അത് സ്നേഹം കൊണ്ടായിരിക്കില്ല, അത് വീണ്ടും തൻ്റെ ശക്തി മോഹിച്ചായിരിക്കും. അവൻ ആ ദിവസത്തിനായി കാത്തിരുന്നു, അടുത്ത യജമാനന് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത ഇരയ്ക്ക് വേണ്ടി. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ ചെറിയ കുടിലിൽ ദേവി ഒരു മുത്തശ്ശിയായി. അവളുടെ മുടി നരച്ചു, കാഴ്ച മങ്ങി. എങ്കിലും അവളുടെ മനസ്സിൽ ആ രാത്രിക്ക് ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. അവൾ തൻ്റെ മക്കളോടോ പേരക്കിടാങ്ങളോടോ ആ കഥ പറഞ്ഞില്ല. പക്ഷേ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവൾ അപ്പോഴും ഞെട്ടിയുണരുമായിരുന്നു. ആ കുട്ടിയുടെ ശബ്ദം അപ്പോഴും അവളുടെ കാതുകളിൽ മുഴങ്ങി. പോകല്ലേ. ആ പ്രേതമഠം അപ്പോഴേക്കും കാട് കയറി നശിച്ചിരുന്നു. അതിൻ്റെ മേൽക്കൂര തകർന്നു വീണു, ചുമരുകൾ മണ്ണോട് ചേർന്നു. പക്ഷേ ഒന്നു മാത്രം നശിച്ചില്ല. ആ മഠത്തിന്റെ ഹൃദയഭാഗത്ത് ആ കരുനാഗത്തറ, അത് അപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നു. അതിൻ്റെ വാതിലിലെ കൂറ്റൻ തഴുത് തുരുമ്പെടുത്തിരുന്നു. പക്ഷേ അത് പൊട്ടിയിരുന്നില്ല. അതിനുള്ളിൽ ആ കറുത്ത പ്രതിമ പൊടിപിടിച്ച് ചിലന്തിവല മൂടി അനാഥമായി കിടന്നു. അതിനുള്ളിലെ ചാത്തന്റെ ചുവന്ന കനൽ അപ്പോഴും അണഞ്ഞിരുന്നില്ല. അവൻ കാത്തിരുന്നു. അവന്റെ ക്ഷമ അനന്തമായിരുന്നു. കാരണം അവന് സമയമില്ലായിരുന്നു. ഇരുട്ടും ഏകാന്തതയും മാത്രം. അവന്റെ സങ്കടം ഇപ്പോൾ പൂർണ്ണമായും തണുത്ത ഒരു തരം വാശിയായി മാറിയിരുന്നു. തന്നെ ഉപേക്ഷിച്ച ലോകത്തോടുള്ള വാശി. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിൽ പുതിയ ചില ആളുകൾ വന്നു. അവർ കേശവൻ മൂത്താന്റെ കുടുംബത്തിന്റെ വിദൂര ബന്ധുക്കളായിരുന്നു. ആ മഠവും സ്വത്തുക്കളും ഇപ്പോൾ അവർക്കും അവകാശപ്പെട്ടതാണ്. അവർ ധനമോഹികളായിരുന്നു. ഈ നശിച്ചുപോയ മഠത്തിൽ ഇനിയും എന്തെങ്കിലും നിധി ബാക്കിയുണ്ടോ എന്നറിയാൻ വന്നവരായിരുന്നു അവർ. അവർ ഗ്രാമത്തിലെ പഴയ ആളുകളോട് സംസാരിച്ചു. അപ്പോഴാണ് അവർ ആ കഥ കേട്ടത്. പ്രേതമഠത്തെക്കുറിച്ചുള്ള കഥ, കേശവൻ മൂത്താന്റെ ഭീകരമായ അന്ത്യത്തെക്കുറിച്ചുള്ള കഥ. ആ കുന്നിൻ മുകളിലേക്ക് പോകരുത് എന്ന് ഗ്രാമത്തിലെ പ്രായമുള്ളവർ അവരോട് പറഞ്ഞു. അവിടെ ആ മഠത്തിന്റെ ഹൃദയത്തിൽ അടച്ചുപൂട്ടിയ ഒരു മുറിയുണ്ട്. അതിൽ മരണം കാത്തിരിക്കുന്നു. ഈ കഥ കേട്ട് ഭൂരിഭാഗം പേരും ഭയന്നു പിന്മാറി. പക്ഷേ മാധവൻ എന്ന ഒരാൾ മാത്രം ഭയന്നില്ല. അയാൾ കേശവൻ മൂത്താനെ പോലെ തന്നെ മന്ത്രവാദത്തിൽ അറിവുള്ളവനായിരുന്നു. പക്ഷേ അയാളുടെ അറിവ് അപൂർണമായിരുന്നു. അയാളുടെ ആഗ്രഹം അടങ്ങാത്തതുമായിരുന്നു. മരണമല്ല, ശക്തിയാണ് ആ മുറിയിലുള്ളത്. കേശവൻ മൂത്താനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ശക്തി. പക്ഷേ എനിക്കതിന് കഴിയും എന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. ആ മഠത്തിന്റെ പഴയ രേഖകൾ അയാൾ തിരഞ്ഞു പിടിച്ചു. അതിൽ ആ കരുനാഗത്തറയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലെ പ്രതിമയെക്കുറിച്ചും. കറുത്ത പൊന്ന് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അനന്തമായ ശക്തിയുടെ ഉറവിടം. അതിനെ നിയന്ത്രിക്കുന്നവൻ ലോകം ഭരിക്കും. പക്ഷേ അതിന്റെ അപകടത്തെക്കുറിച്ചുള്ള താളുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. മാധവന്റെ കണ്ണുകൾ ആർത്തി കൊണ്ട് തിളങ്ങി. ഒരു രാത്രി ആരും കാണാതെ അയാൾ ആ കുന്നു കയറി. നശിച്ചു കിടക്കുന്ന ആ മഠത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അയാൾ നടന്നു. ഒടുവിൽ അയാൾ ആ ഇടനാഴിയിലെത്തി. അതാ ആ ഭീമാകാരമായ വാതിൽ, കരുനാഗത്തറയുടെ വാതിൽ. അതപ്പോഴും അടഞ്ഞുകിടക്കുന്നു. അതിലെ കൂറ്റൻ തഴുതി തുരുമ്പെടുത്ത് കട്ടയായിരിക്കുന്നു. മാധവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രദണ്ഡ് പുറത്തെടുത്തു. അയാൾ ചില മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അയാൾക്ക് ആ വാതിൽ തുറക്കണമായിരുന്നു. അയാൾ ഓരോ മന്ത്രങ്ങൾ ഉരുവിലുമ്പോഴും ആരും കാണാതെ ആ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള കുടിലിൽ ദേവി മുത്തശ്ശി ഉറക്കത്തിൽ ഞെട്ടിയുണർന്നു. ആരോ അത് തുറക്കാൻ പോകുന്നു. അവർ ഭയത്തോടെ പുലമ്പി. മാധവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ജപിച്ചു. അപ്പോൾ ആ കരുനാഗത്തറയ്ക്കുള്ളിൽ പതിറ്റാണ്ടുകളായി നിശ്ചലമായിരുന്ന ആ പ്രതിമയുടെ പൊടി പിടിച്ച കണ്ണുകൾ അത് പതുക്കെ തുറന്നു. ആ ചുവന്ന കനൽ വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. അവന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. മാധവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് അവസാനത്തെ മന്ത്രം ഉരുവിട്ടു. അയാൾ തന്റെ മന്ത്രദണ്ഡ് ആ ഭീമൻ വാതിലിന്റെ തുരുമ്പിച്ച തഴുതിലേക്ക് നീട്ടി. പതിറ്റാണ്ടുകളുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ കൂട്ടൻ കരിങ്കൽ വാതിൽ അതിന്റെ വിജാഗിരികളിൽ ഞെരങ്ങിക്കൊണ്ട് പതുക്കെ തുറന്നു. അതിനുള്ളിൽ നിന്ന് പതിറ്റാണ്ടുകളായി കിട്ടിക്കിടന്ന ശ്വാസം മുട്ടിക്കുന്ന തണുത്ത കാറ്റ് പുറത്തേക്ക് വന്നു. അതേ നിമിഷം ആ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ചെറിയ കുടിലിൽ തന്റെ കിടക്കയിൽ ദേവി മുത്തശ്ശി അവസാനമായി ഒന്ന് ശ്വാസമെടുക്കാൻ ശ്രമിച്ചു. അവരുടെ മങ്ങിയ കണ്ണുകൾ തുറന്നു. അവർ ആ ഇരുട്ടിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. വന്നോ, അവർ മെല്ലെ പറഞ്ഞു. ആ ശബ്ദം ആരും കേട്ടില്ല. അവരുടെ കാതുകളിൽ അപ്പോഴും ആ കുട്ടിയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. പോകല്ലേ, ഞാൻ പോയില്ല, ഞാൻ കാത്തിരുന്നു നിനക്കു വേണ്ടി. ആ വാക്കുകളോടെ അവരുടെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ആ ഭീകരമായ രഹസ്യം പേറിയ ആ പാവം ജീവിതം ആ വാതിൽ തുറന്ന അതേ നിമിഷം അവസാനിച്ചു. ഒരുപക്ഷെ ചാത്തന്റെ മോചനത്തോടെ അവരും മോചിതയാവുകയായിരുന്നു. പക്ഷേ കരുനാഗത്തറയിൽ മാധവൻ ഇതൊന്നും അറിഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ ആർത്തി കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. അയാൾ ആ ഇരുട്ടുമുറിക്കുള്ളിലേക്ക് കാലെടുത്തു വെച്ചു. അകത്ത് കനത്ത ഇരുട്ട്, പൊടിയുടെയും പഴകിയ എണ്ണയുടെയും രൂക്ഷഗന്ധം. അയാൾ തൻ്റെ പന്തം ഉയർത്തിപ്പിടിച്ചു. അതാ മുറിയുടെ നടുവിൽ
പൊടിപിടിച്ച് ചിലന്തി വല മൂടി ആ കറുത്ത പ്രതിമ. അത് കണ്ടപ്പോൾ മാധവന്റെ മുഖം വിജയത്താൽ വിടർന്നു. കറുത്ത പൊന്ന്, എന്റെ സ്വന്തം. അയാൾ അതിനടുത്തേക്ക് നടന്നു. ഇത്രയും കാലം നീ ഇവിടെ തനിച്ചായിരുന്നു. സാരമില്ല, ഞാൻ നിന്നെ മോചിപ്പിക്കാം, എന്റെ അടിമയായി. അയാൾ അഹങ്കാരത്തോടെ ചിരിച്ചു. അയാൾ കേശവൻ മൂത്താൻ ഉപയോഗിച്ചതിലും വലിയ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അയാൾ ആ പ്രതിമയെ തന്നിലേക്ക് ആവാഹിക്കാൻ, അതിനെ ബന്ധിക്കാൻ ശ്രമിച്ചു. ഉണരൂ, എന്റെ ആജ്ഞകൾ കേൾക്കൂ, അയാൾ അലറി. അപ്പോൾ ആ പ്രതിമയുടെ കണ്ണുകളിൽ പുകയുകയായിരുന്ന ആ ചുവന്ന കനലുകൾ അത് ആളിക്കത്തി. തീവ്രമായ ഒരു ചുവപ്പ് പ്രകാശം ആ മുറിയിൽ നിറഞ്ഞു. മാധവന്റെ മന്ത്രങ്ങൾ നിന്നുപോയി. അയാളുടെ ചിരി മാഞ്ഞു. അയാൾ ആ കണ്ണുകളിലേക്ക് നോക്കി. അതിൽ 1000 വർഷത്തെ ഏകാന്തതയുണ്ടായിരുന്നു, 10,000 വർഷത്തെ ദേഷ്യമുണ്ടായിരുന്നു. ഏറ്റവും ഭീകരമായി അതിൽ വഞ്ചിക്കപ്പെട്ട ഒരു കുട്ടിയുടെ അടങ്ങാത്ത വാശിയുണ്ടായിരുന്നു. ഇത് കേശവൻ മൂത്താൻ കണ്ട ശക്തിയായിരുന്നില്ല. ഇത് തേവി കണ്ട നിസ്സഹായനായ കുട്ടിയുമായിരുന്നില്ല. ഇത് മറ്റെന്തോ ആയിരുന്നു. നീ ആരാണ്? മാധവന്റെ ശബ്ദം വിറച്ചു. മുറിയിൽ ഒരു ശബ്ദം മുഴങ്ങി. അതൊരു കുട്ടിയുടെ ചിരിയായിരുന്നു. പക്ഷേ അത് നിഷ്കളങ്കമായിരുന്നില്ല. അത് തണുത്തുറഞ്ഞ, ലോകത്തെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു ചിരിയായിരുന്നു. മാധവൻ ഭയന്ന് പിന്നോട്ട് വെച്ചു. ഇല്ല, എന്റെ മന്ത്രങ്ങൾ. അത് മന്ത്രങ്ങളോ? ഈ ശബ്ദം ഇപ്പോൾ അയാളുടെ തലയ്ക്കുള്ളിലാണ് മുഴങ്ങിയത്. നിങ്ങളുടെ ചങ്ങലകൾ എന്നെ ബന്ധിക്കാനോ? മുറിയുടെ മൂലകളിലെ നിഴലുകൾക്ക് ജീവൻ വെച്ചു. അവ ഇളകാൻ തുടങ്ങി. കേശവൻ മൂത്താൻ കണ്ടതുപോലെ ഒരു നിഴലായിരുന്നില്ല അത്. 1000കണക്കിന് നിഴലുകൾ, ഭൂതഗണങ്ങൾ. അവ മാധവനെ വട്ടമിട്ടു. വേണ്ട, എന്നെ വിടൂ, അയാൾ അലറി. നിനക്കെന്താണ് വേണ്ടത്? ആ കുട്ടിയുടെ ശബ്ദം വീണ്ടും ചോദിച്ചു. ശക്തിയോ, സമ്പത്തോ, എന്നെ അടിമയാക്കണോ? വേണ്ട, എനിക്കൊന്നും വേണ്ട, മാപ്പ്. ആ നിഴലുകൾ അയാളെ പൊതിഞ്ഞു. മാധവന്റെ അലർച്ച ആ കരിനാഗത്തറയ്ക്കുള്ളിൽ തന്നെ അവസാനിച്ചു. അയാൾ കണ്ട അവസാനത്തെ കാഴ്ച ആ ചുവന്ന കണ്ണുകളിലെ അടങ്ങാത്ത പരിഹാസം നിറഞ്ഞ ക്രൂരതയായിരുന്നു. പിറ്റേന്ന് രാവിലെ ആ മഠത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് ഗ്രാമത്തിലെ ചിലർ ദൂരെ നിന്ന് കണ്ടു. ഭയത്തോടെയാണെങ്കിലും അവർ അങ്ങോട്ട് ചെന്നു. ആ കരിനാഗത്തറയുടെ വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. അവർ അകത്തേക്ക് എത്തി നോക്കി. അകത്താരുമില്ല. മാധവൻ അപ്രത്യക്ഷമായിരിക്കുന്നു. മുറിയുടെ നടുവിൽ ആ പീഠം, അത് ശൂന്യമായിരുന്നു. ആ കറുത്ത പ്രതിമ, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ നിമിഷം അവർക്ക് മനസ്സിലായി, അടക്കി വെച്ചിരുന്ന ആ ശക്തി അത് മോചിതനായിരിക്കുന്നു. അവർ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ആ കുന്നുവിട്ടോടി. അങ്ങനെ 1000കണക്കിന് വർഷത്തെ ഏകാന്തവാസത്തിനു ശേഷം ചാത്തൻ സ്വതന്ത്രനായി. അവന്റെ ഉത്ഭവ കഥ അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അവന്റെ ജീവിതകഥ അത് തുടങ്ങുകയായിരുന്നു. അവൻ ആ മഠത്തിൽ നിന്നിറങ്ങിപ്പോയി, എവിടേക്കെന്നില്ലാതെ. അവൻ ഇനി പരമശിവന്റെ മകനായിരുന്നില്ല, പഞ്ചമിയുടെ മകനുമായിരുന്നില്ല, അവൻ ഭൂതഗണങ്ങളുടെ അധിപനുമായിരുന്നില്ല. അവൻ ചാത്തൻ മാത്രമായിരുന്നു. അവന്റെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു. തന്നെ ഉപേക്ഷിച്ച അച്ഛനോടും അമ്മയോടുമുള്ള ദേഷ്യം, തന്നെ തീയിലെറിഞ്ഞ മന്ത്രവാദിയോടുള്ള പക, തന്നെ ബന്ധിച്ച കേശവൻ മൂത്താനോടും മാധവനോടുമുള്ള വെറുപ്പ്. അതോടൊപ്പം മറ്റൊന്നുകൂടി ആ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മായാതെ നിന്ന ഒരു ഓർമ്മ. തന്നെ ഭയമെങ്കിലും തനിക്കൊരു ഉരുള സ്നേഹം തന്ന ദേവിയുടെ ഓർമ്മ. അതുകൊണ്ടാണ് ഇന്നും ചാത്തന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നത്. അവന്റെ സ്വഭാവം ഒരു കുട്ടിയെപ്പോലെയാണ്, പ്രവചിക്കാൻ കഴിയില്ല. അവനെ ദ്രോഹിക്കുന്നവരെ അവനിലെ ആ പഴയ പകയും ദേഷ്യവും വേട്ടയാടും. അവൻ അവരെ നശിപ്പിക്കും. എന്നാൽ അവനെ സ്നേഹിക്കുന്നവർക്ക്, അവന് ഭക്ഷണം നൽകുന്നവർക്ക്, അവനെ ഒരു മകനെ പോലെ കാണുന്നവർക്ക് അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് നല്ലത് ചെയ്യും. കാരണം അവന് കിട്ടാതെ പോയ ആ സ്നേഹത്തിന്റെ വില അവനേക്കാൾ നന്നായി ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ല. അവൻ ചാത്തനാണ്. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന, എന്നാൽ ദേഷ്യവും വാശിയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ആരും കാണാതെ പോയ ആ ദിവ്യബാലൻ. അവന്റെ കഥ ഇന്നും തുടരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തായി എവിടെയെങ്കിലും.